ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനൊരു പുതിയ ജ്യൂസ് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്, സ്പെഷ്യൽ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അപ്പോൾ അതിനും കൂടെയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രിങ്കുമായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ക്യാരറ്റ്, ഒരു പഴം, ഏത് പഴമായാലും കുഴപ്പമില്ല, മോറീസോ പാളയന്തോടോ രസകദളിയോ എന്തായിരുന്നാലും നിങ്ങൾക്കിഷ്ടമുള്ള പഴം എടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മോറീസാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പാല് 4 സാധനം. ഓക്കെ, അപ്പം ക്യാരറ്റാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തും വേണമെങ്കിൽ ഇടാം. ഞാനിത് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി കുറച്ച് ബ്ലേഡ് മൂർച്ച കുറവാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ അരയാൻ പാടാണ്. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജ്യൂസൊക്കെ അടിക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം, ചെറിയ പീസായിട്ട്. ഞാനത് ഉരച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇടുക. അടുത്തത് പഴം, ഒരു പഴം ഇടുക. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ, അപ്പം ഇത് അരച്ച് കൊണ്ട് വരട്ടെ, ജ്യൂസ് അടിച്ചിട്ട് വരാം. ഓക്കെ, അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, ഓക്കെ, നമുക്കേ ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇത് കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്യാരറ്റ്, പഴം, പാല്, മഞ്ഞൾപ്പൊടി. ഇത് രാവിലെ ഒരു ഗ്ലാസ് വെച്ച് കുടിച്ചാൽ രാവിലെ ആയാലും രാത്രി ആയാലും കിടക്കുന്നതിന് മുന്നേ, നമ്മൾ ഫുഡിന് മുന്നേ കഴിക്കുക. ഫുഡ് കഴിച്ചില്ലെങ്കിലും ഇത് കുടിച്ചിട്ട് കിടന്നാലും മതി. അപ്പം ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഗുണമുള്ള സാധനം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻസിനൊക്കെ നല്ലതാണ്, എല്ലിനൊക്കെ നല്ലതാണ്. മുട്ടുവേദന, നടുവേദന, പിന്നെ കഴുത്തിൻ്റെ പെടലിക്ക് ബാക്ക് സൈഡ് വേദനയ്ക്കൊക്കെ എല്ലിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. എല്ലിനൊക്കെ നല്ല ശക്തിയും ബലവും വേദനയൊക്കെ മാറുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് തണുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം എടുക്കാം കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് വരട്ടെ, പെട്ടെന്ന് തണുക്കും. ഓക്കെ, അപ്പം ഫ്രീസറിൽ കൊണ്ട് വെച്ചായിരുന്നു തണുത്തിട്ട് നമുക്ക് അത് കുടിച്ച് നോക്കാം, ഡ്രിങ്ക്. ഞാനിതിന് മുമ്പ് കുടിച്ചായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്, ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണമുണ്ട്. പിന്നെ വെയിറ്റൊക്കെ കുറയാനായിട്ട് നല്ലതാണ്. ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കണ്ണിന് കാഴ്ച കിട്ടും, നന്നായിട്ട് പവറായിട്ട് കിട്ടും കണ്ണിന് കാഴ്ചയൊക്കെ. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൽ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഒത്തിരി ഗുണങ്ങളുണ്ട്. ജോയിൻസിനൊക്കെ നല്ല ബലം കിട്ടുന്നതാണ്, എല്ലിനൊക്കെ. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. കുറേ വിഷമങ്ങളുണ്ട്. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ന്യൂസിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളും ഓർത്തിട്ട് വിഷമമുണ്ട്. ഈ ലോകം ഏത് വഴിക്ക് പോകുന്നെന്ന് ഒരു പിടുത്തവുമില്ല നാട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറഞ്ഞു നിർത്തി കുറേ അജണ്ടകളെ കുറിച്ചാണ്. അതായത് പള്ളികളിൽ ഇങ്ങനെ ആൾക്കാരനെ, അതായത് ഒരു ചങ്ങലയ്ക്കകത്ത് ഇട്ടിരിക്കുന്ന പോലെയാണ് ഓരോ സഭയിലും ഓരോ ആൾക്കാർ കിടക്കുന്നത്. അവർക്ക് അങ്ങോട്ടും തിരിയാൻ മേല, ഇങ്ങോട്ടും തിരിയാൻ മേല. അവരെ ഭീഷണിപ്പെടുത്തി അവരെ വച്ചേക്കുവാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പള്ളിയിൽ വന്നില്ലെങ്കിൽ, സഭയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഞങ്ങൾ ചെയ്തു തരത്തില്ല, കുട്ടികളുടെ കാര്യം നടത്തില്ല, എന്തിനും ഏതിനും
തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ചൊല്ലി ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ ആൾക്കാർ അതിലങ്ങ് ഒന്നാമത്തെ കാര്യം പേടിച്ച് ഭയന്നാണ് അവർ വരുന്നത് തന്നെ. ഒന്ന്, നമ്മളെ ആരെയും പേടിപ്പിക്കാനോ പീഡിപ്പിക്കാനോ പാടില്ല. യേശു അതാ പറയുന്നത്. നമ്മളെ ആരെയും പീഡിപ്പിക്കാനും പാടില്ല, പേടിപ്പിക്കാനും പാടില്ല. നിങ്ങൾക്ക് എന്തറിയാം അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നല്ല കാര്യങ്ങൾ ബൈബിളിനെ കുറിച്ച് അറിയാമെങ്കിൽ അത് സത്യസന്ധതയോടെ വേണം പറയേണ്ടത്. കയ്യിൽ നിന്നിട്ടൊന്നും പറയാൻ പാടില്ല. യേശുവ എന്താണ് പഠിപ്പിച്ചത് അത് മനുഷ്യരിലേക്ക് പഠിപ്പിക്കുക. അതാണ് അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ജോലിക്ക് ഇറങ്ങിയത്? യേശുവിനോടുള്ള ആബയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആ ആത്മാർത്ഥത അത് കാണിക്കണം യേശുവിൻ്റെ മുന്നിൽ, ആബയുടെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ. അപ്പം നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞ് നിങ്ങൾ ആൾക്കാരെ വഴിതെറ്റിച്ചാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരം പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. കുറച്ച് ബൈബിളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ നിങ്ങൾ സങ്കീർത്തനങ്ങളെടുത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ജനങ്ങൾ ഓടിയെത്തുമെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെ അത്ഭുതം കാണുന്നു അവിടെ ജനങ്ങൾ ഓടിയെത്തും. ഇപ്പോൾ അപ്പുറത്തൊരു മാതാവിന് ഒരു ഉദാഹരണം പറയാം. ഒരു മാതാവിന് ഒരു പുണ്യാളൻ്റെ കണ്ണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം ഇളകി ഓടും. എന്നാണെന്നറിയാമോ? അത്ഭുതം, അയ്യോ അവിടെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഓടിയും. പക്ഷെ അതൊക്കെ എല്ലാം ഒരു തന്ത്രമാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാനും മനുഷ്യരുടെ കയ്യിൽ നിന്ന് അത് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രങ്ങളാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇന്ന് മനുഷ്യർ വണ്ടിയും ടൂറിസ്റ്റും വണ്ടികൾ പിടിച്ചൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്ത് നേർച്ച എന്ന് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഞാൻ വീണ്ടും പറയുകയാണ്. എന്നെ വീണ്ടും പറയാനായിട്ട് എൻ്റെ ആബ ഇങ്ങനെ ഉള്ളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? കാരണം നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്. അത് നിങ്ങളിനി മനസ്സിലാക്കുക. നിങ്ങൾ ബൈബിൾ വായിക്കുക, പഠിക്കുക, അപ്പനോട് പറയണം, അപ്പ എന്നെ പഠിപ്പിക്കണേ അപ്പ, അപ്പൻ്റെ വഴി എനിക്ക് നേരെ കാണിച്ചു തരണേ അപ്പ. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഞാൻ അറിയാതെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണപ്പ എന്ന് പറഞ്ഞ് അപ്പനോട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഒന്ന് പറയേ. അപ്പം നിങ്ങളെ സഹായിക്കും. എന്നെ അങ്ങനെയാണ് സഹായിച്ചത്. നമ്മൾക്ക് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾ മനുഷ്യരിലായാലും ആബയിലായാലും ആബയ്ക്കറിയാം. എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ ആബയ്ക്ക് നന്നായിട്ടറിയാം. യേശുവായിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിന് മുമ്പേ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ അച്ഛനമ്മമാർക്ക് അറിയാൻ പറ്റും. കൂടുതൽ അമ്മമാർക്ക് അറിയാൻ പറ്റും. ആ കുഞ്ഞിനെന്താ കൊടുക്കേണ്ടത്, ഈ സമയത്ത് എന്താ അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത്. കുഞ്ഞെന്തിനാണ് കരയുന്നത്? വിശന്നിട്ട് കരയുവാണ്. കുഞ്ഞ് ആവശ്യമില്ലാതെ കരയുമ്പോൾ വയറ് നിറച്ച് പാല് കൊടുത്തു. പിന്നെ ആവശ്യമില്ലാതെ കരയുമ്പോൾ സിഗ്നൽ കാണിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും വയറുവേദനയോ എന്തെങ്കിലും ഒരു അസുഖം ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് കുഞ്ഞ് കരയുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മമാർക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കഴിവ് ആബ കൊടുത്തിട്ടുണ്ട്, യേശുവ കൊടുത്തിട്ടുണ്ട് അവർക്ക് ജ്ഞാനം. മനസ്സിലായോ? അത് പ്രത്യേക കഴിവാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ആബയ്ക്ക് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും നാളത്തേക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആബയ്ക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മക്കൾക്ക് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, എന്താണ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആബയ്ക്ക് അറിയാം. പക്ഷേ നമ്മൾ ചോദിക്കുവാണ്. അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ആബയോട് ചോദിക്കുന്നത് അല്ലേ? നമ്മുടെ അവകാശമാണ് ആബ. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ നമ്മൾ പറയില്ലേ, എനിക്ക് അമ്മ ഇന്നത് വേണം, അല്ലെങ്കിൽ അച്ഛ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നിടത്ത് പോകണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന പോലെ, നാളെ എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആബേൻ്റെ അടുത്ത് നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ആബ. മനസ്സിലായോ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആബയോട് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഉറക്കത്തിൽ യാമത്തിൽ നമുക്ക് തരുന്നുണ്ട്. അതറിയാമോ? അതാർക്കും മിക്കവർക്കും അറിയില്ല. നമ്മുടെ ആബ നമ്മുടെ ഉറക്കത്തിൽ രാത്രി യാമത്തിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ തലയിൽ തലോടും. നമ്മുടെ അരികിൽ വന്നിരിക്കും. നമ്മളറിയുപോലും ഇല്ല. നമ്മുടെ ആ മനസ്സിൽ ചിലപ്പം എനിക്കങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. നമ്മുടെ മനസ്സിൽ അടക്കാൻ പറ്റാത്ത വിഷമങ്ങളും ഭാരങ്ങളും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, രാത്രിയിൽ കിടക്കുന്നത്. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക്
നമ്മളൊരു ഉന്മേഷത്തോടുകൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എന്തുകൊണ്ട്? ആവ നമ്മുടെ അരികിൽ രാത്രി വന്നിരുന്നിട്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം മാറ്റി നമ്മളെ തലോടി ആണ് അതെടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളത് പിറ്റേന്ന് നമ്മൾ ആ വിഷമം നമ്മൾ ഓർക്കുന്നു പോലുമില്ല, നമ്മൾ അറിയുന്ന പോലുമില്ല. അത് നാളെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിച്ച് കിടക്കുമ്പോഴായിരിക്കും നാളെ നമുക്ക് അതിനുള്ള വഴി നമുക്ക് ആപ തെളിഞ്ഞ് കൊണ്ടു തരുന്നത്, നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നത് നമ്മുടെ ആവശ്യത്തിന്. അപ്പോൾ ഇതൊക്കെ ആപയാണ് ചെയ്യുന്നത് നമുക്ക്. അല്ലാതെ മാതാവും പുണ്യാളന്മാരും ഒക്കെ എല്ലാം നമുക്ക് ചെയ്തു തരുന്ന പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മുടെ യേശുവ സ്വർഗത്തിലിരുന്ന് നമുക്കിതൊക്കെ ചെയ്തു തരുന്നത് നമ്മുടെ ആപയാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ജീവനുള്ള അപ്പനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, നിങ്ങൾ അവരുടെ വിഷമങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും അവരുടെ അസുഖങ്ങളും അവരുടെ പല പ്രയാസങ്ങളും എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ആരോടത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ജീവനുള്ള ആബേൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവനുള്ള ആബേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ, പ്രതിഫലം കിട്ടത്തുള്ളൂ. അല്ലാതെ വിഗ്രഹത്തിന്, ജീവനില്ലാത്ത വിഗ്രഹത്തിന് നമ്മൾ കൊണ്ടുപോയി ചെയ്യുമ്പോൾ നമുക്കത് പ്രയോജനം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആവയോട് പ്രാർത്ഥിക്കുക, ആവയോട് പറയുക. പിന്നെ നമുക്ക് ചെയ്ത് തരുന്നതിനൊക്കെ നമ്മൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ പുതിയ രീതിയിലൊക്കെ നിങ്ങൾ മാറി തുടങ്ങണം. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ആവയ്ക്ക് ഗുഡ് മോർണിംഗ് പറയണം. ആവ, ഇന്ന് എനിക്കൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിന് നന്ദി ആവ, ഇന്നൊരായുസ് കൂടെ ഞങ്ങൾക്ക് നീട്ടി തന്നതിന് നന്ദി ആവ എന്ന് പറഞ്ഞ് ആവയ്ക്ക് നന്ദി കൊടുക്കുക. നന്ദിയുള്ള മക്കളായി ജീവിക്കുക. ആവയെ നിങ്ങൾ സ്നേഹിക്കുക. ആവയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാനതിന് ഗ്യാരൻറ്റിയാണ്. ഞാനതിനൊരു എന്നെപ്പോലെ തന്നെയാണ് റീന എന്ന് പറയുന്ന കുട്ടിയും. അവൾക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് മിറക്കിളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ആവ. അതുകൊണ്ടാണ് ഇന്ന് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായി? ഇന്ന് അവളുടെ ലൈഫ് ഒരു സമയം അവൾ കഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടുകളിൽ കൂടെയാണ് അവൾ പോയ സാക്ഷ്യം അവൾ പറഞ്ഞായിരുന്നു അവളുടെ അനുഭവങ്ങൾ. അപ്പോൾ ഇന്ന് അവൾക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇന്ന് അവൾ സന്തോഷത്തോടെയാണ് അവൾ ജീവിക്കുന്നത്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവളുടെ ഫാമിലിയിൽ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അവൾക്ക് ഒരു വർഷം അവളുടെ കുഞ്ഞുങ്ങൾ അവളെ മനസ്സറിഞ്ഞ് അവളുടെ അരികിലേക്ക് ഓടിയെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ സഹായിക്കും. ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമല്ലേ, കുഞ്ഞുങ്ങൾ തിരിച്ചറിയും, സ്വന്തം അമ്മേനെ തിരിച്ചറിയും. അപ്പോൾ റീനേൻ്റെ അരികിലേക്ക് ഓടി വരും. ഇത് റീന കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പണ്ടൊക്കെ റീന ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റീനയുടെ അനുഭവങ്ങൾ പറയുമ്പോൾ റീന കരയുമ്പോൾ ഞാനും കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ അവയോട് റീനയ്ക്ക് വേണ്ടി പറയാറുണ്ട്, അവളുടെ വേദന, റീനയുടെ വേദന മാറ്റണമേ, അവളുടെ ആഗ്രഹം സഫലമാക്കി കൊടുക്കണമേ, അവളുടെ കുഞ്ഞുങ്ങൾ അവളുടെ അരികിലേക്ക് എത്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴൊക്കെ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അവളുടെ ഒപ്പം കരഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മറ്റുള്ളവരുടെ വിഷമം എന്താണെന്നും മറ്റുള്ളവരുടെ സാഹചര്യം എന്താണെന്ന് കേൾക്കുമ്പോൾ മനസ്സലിയത്തുള്ളൂ. അത് ദൈവമക്കൾക്കേ അത് പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ ചൈതന്യം ഇല്ലാത്തവർക്ക് അത് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു മനസ്സലിവോ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ തോന്നില്ല. ചിലർക്കതൊരു പുച്ഛമായിരിക്കും, ചിലവർ കളിയാക്കും. അത് നല്ല മനസ്സില്ലാത്തവർക്കാണ് അത് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആബേനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ആബയോട് നമ്മുടെ ആവശ്യങ്ങൾ, നിങ്ങൾ ഇന്ന് അറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ ആവ ക്ഷമിക്കും. കാരണം നിങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്നവർ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ബൈബിളെടുത്ത് നോക്കണം, ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ബൈബിളെടുത്ത് നോക്കി വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിലയിരുത്താൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ ഒരാൾ പറയുന്നത്, ഇപ്പം ഞാനോ റീനയോ പറയുന്നത് നിങ്ങൾ ഉടനെ കണ്ണടച്ച് വിശ്വസിക്കണമെന്നില്ല. ഞാൻ റീനേനെ വിശ്വസിച്ചത് ഇത്രയും 100% അവൾക്ക് ഇത് കൊടുത്തത് ഞാൻ ബൈബിൾ അതിനു മുമ്പ് വായിച്ചത് കൊണ്ടാണ്. കാരണം അവൾ ബൈബിളിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് ബൈബിളിലൊക്കെ ഉള്ള കാര്യമാണ് അവൾ പറയുന്നത്, കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല.
മനസ്സിലായോ? അപ്പോൾ എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷം വരെ അവളെ ഫോളോ ചെയ്യുന്നത്. ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. പല രാത്രികളിലും അവളുടെ മെസ്സേജ്, ഉറക്കം വരാതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ അവളുടെ മെസ്സേജ് കേൾക്കും. കടയിലിരിക്കുമ്പോൾ കേൾക്കും ഒക്കെ. കേട്ടത് തന്നെ പിന്നെയും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. കാരണം വചനം നമുക്ക് എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. ആബയെക്കുറിച്ച് എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. അതൊരു പ്രത്യേക അത് ആബേനെ സ്നേഹിക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആബേനെക്കുറിച്ച് എത്ര കേട്ടാലും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കേൾക്കുന്നത് തന്നെ കണ്ടിന്യൂ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കേൾക്കാനൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് തന്നെ എടുത്ത്, ചിലപ്പം വർഷങ്ങളായത് ചിലപ്പം മെസ്സേജ് എടുത്ത് ഞാൻ കേൾക്കും. അതിലൊക്കെ ഓരോ കാര്യങ്ങളും റീന പറയുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ബൈബിളിനെ കുറിച്ചും നടന്ന സംഭവങ്ങളും ഒക്കെ അവൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിനൊക്കെ നമ്മൾ വഴിയൊരുക്കുക. അല്ലാതെ അസത്യം പറയുന്നവരുടെ പിന്നാലെ നമ്മൾ പോകരുത്. നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ അവസരമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കുറേ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനായിരുന്നാലും എന്നെക്കൊണ്ട് യേശുവ പറയിക്കുവാണ്. മനസ്സിലായോ? അപ്പം ഇതൊന്നും നമുക്ക് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇങ്ങനെ പറയണം, പിന്നെ ഇന്നതൊക്കെ പറയണമെന്നൊന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നവരെ എൻ്റെ ഉള്ളിൽ അതില്ല. പക്ഷേ വീഡിയോസ് എടുക്കണമെന്ന്, ഇങ്ങനെ എന്തെങ്കിലും കുക്കിങ് ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള ഇതേ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ അതിന് വേണ്ടതൊക്കെ എൻ്റെ നാവ് തുറക്കുമ്പോൾ എൻ്റെ ആവയാണ് എൻ്റെ നാവിൽ തരുന്നത്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. മനസ്സിലായോ? ഇതൊക്കെ ആവയാണ് നിങ്ങളിൽ സംസാരിക്കുന്നത്. ആവയ്ക്കിപ്പോൾ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിനി അവരുടെ ചങ്ങലയിൽ കിടക്കാതെ ഇനി കഴിയുന്നതും അച്ഛന്മാരും പാസ്റ്റർമാരായിരുന്നാലും സത്യസന്ധതയോടെ വചനം പഠിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, ഇനിയെങ്കിലും വിഗ്രഹം, യേശുവായിൻ്റെ പേരും പറഞ്ഞ് വിഗ്രഹം വെച്ച് നിങ്ങൾ അതായത് യേശുവായിനെ വെച്ച് ഭിക്ഷ യാചിക്കുന്ന പോലെയാണ് വിഗ്രഹത്തിന് വെച്ച് ഭിക്ഷ യാചിക്കുന്നത്. അത് യേശുവിനെ സങ്കല്പിച്ചാണ് അത് ചെയ്യുന്നത്. മനസ്സിലായോ? ആവയെ സങ്കല്പിച്ചാണ് ഭിക്ഷ യാചിക്കുന്ന. കിടത്തിയിട്ട് കുരിശിൽ തറച്ചിട്ടും കൊണ്ട് കിടത്തിയിട്ടും ആൾക്കാർ അതിൽ കൊണ്ടുപോയി ഇടുന്ന എന്തുകൊണ്ടാണ്? യേശുവ എന്നൊരു ഇത് അറിയാവുന്നുള്ളത് കൊണ്ടാണ് അവരതിൽ കൊണ്ടങ്ങ് ഇടുന്നത്. ഇത് ആവയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയി മുത്തുന്നത് അല്ലേ? അപ്പം അത് ഭിക്ഷ യാചിക്കുന്ന പോലെയാണ് എൻ്റെ ആവേനെ കൊണ്ട് കിടത്തിയിട്ട് ഇങ്ങനെ ഇടുന്നത്, നേർച്ചയിട്ടിട്ട് പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കെന്ത് വിഷമമെന്നറിയാമോ അത് മനസ്സിന്. നമ്മുടെ ആബയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ആബേനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആബ നിങ്ങളിൽ നിന്ന് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ: ശബത്ത് ആചരിക്കുവിൻ, ആബയെ തിരിച്ചറിയുവിൻ, ആബയെ സ്നേഹിക്കുവിൻ. ഇത് മാത്രമേ ആബ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ആബ നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ ചോദിക്കാതെ തന്നെ തരും. നിങ്ങൾ ഇപ്പോഴിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണ് ആബയ്ക്ക് അറിയാം. എങ്കിലും ആബ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നില്ലേ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നില്ലേ? നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് ചെയ്തിരുന്നത്. കാരണം അവരറിയാതെയാണ്, ഞാനാണെന്ന് പറഞ്ഞാണ് ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആബ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ട് നമ്മൾ ആവേനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും നമ്മുടെ ആവ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും പ്രതീക്ഷിച്ച് ആവേനെ സ്നേഹിക്കരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ നമ്മുടെ ആവയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ചിലവർ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ആവേനെ സ്നേഹിക്കുന്നവരുണ്ട്. ആവശ്യത്തിന് മാത്രമായിട്ട് ആബേനെ സമീപിക്കുന്നവരുണ്ട്. ആവശ്യം കഴിഞ്ഞ് ആബേനെ അങ്ങ് ഓർക്കത്ത് പോലുമില്ല. മനസ്സിലായോ? ഇന്നും ഉണ്ട് ജനങ്ങൾ, ഇന്നും ഉണ്ട് അങ്ങനെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അത് പാവമാണ്. അപ്പോൾ നമ്മൾ ആബയിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ആബേനെ സ്നേഹിക്കുക. ഞാൻ അങ്ങനെയാണ് എൻ്റെ ആബേനെ സ്നേഹിക്കുന്നത്. ഞാൻ ആബയിൽ നിന്ന് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആബയ്ക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലും ചില സമയത്ത് നമ്മുടെ അവകാശമില്ലേ, നമ്മൾ പറയും ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് ഞാൻ പറയും, സംസാരിക്കും. പ്രാർത്ഥിക്കില്ല, സംസാരിക്കുക ആബയോട്, നാളത്തെക്കുറിച്ചൊക്കെ പറയും. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കും. മനസ്സിലായോ?
അത് എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ആബ അത് വഴി നടത്തും എന്നെ. അത് എത്തിക്കേണ്ട സമയത്ത് എനിക്ക് എത്തിച്ചു തരും. ആരുടെയും മുന്നിൽ എൻ്റെ തലകുനിയാൻ എൻ്റെ ആബ അനുവദിക്കില്ല. ആബയുടെ മക്കളല്ലേ നമ്മൾ. അപ്പോൾ ആരുടെയും മുന്നിൽ നമ്മുടെ തലകുനിയാൻ ആബ അനുവദിക്കില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആബേനെ കൂടുതൽ അറിയുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ശബത്ത് ആചരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പം അങ്ങനെയാണ്. ഞാനൊന്ന് പുറത്ത് പോയൊരു ഹോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരുന്നു, ആരോ വന്നായിരുന്നു, അപ്പോൾ നോക്കാൻ പോയതാണ് കേട്ടോ. വഴിതെറ്റി ആരുടെ വീട് അന്വേഷിച്ച് വന്നത്. അങ്ങനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്, നമുക്ക് ഏരിയയിൽ ഒന്നും അറിയത്തില്ല. ഏത് സ്ഥലത്ത് പോയാലും 10-15 വർഷം കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഏത് ഏരിയയിൽ പോയാലും സത്യം പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് സംസാരിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഒന്നാമത്തെ കാര്യം, അതിന് ടൈമില്ല. രാവിലെ ഷോപ്പിൽ പോയാൽ പിന്നെ വരുന്നത് രാത്രിയിലാണ്. അപ്പം അപ്പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ പോലും ടൈമില്ല. കാരണം വീട്ടിൽ കുഞ്ഞുങ്ങളെയൊക്കെ ആ സമയത്തൊക്കെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞാൻ നേരെ ഷോപ്പിലോട്ടാണ് പോകുന്നത്. രാവിലെ പോയിട്ട് പിന്നെ രാത്രി 10 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. കാണുമ്പോൾ ചിരിക്കും, അയൽപക്കക്കാരെ കാണുമ്പോൾ ചിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ അവരുമായിട്ട് എനിക്ക് സംസാരിക്കാനോ എടുക്കാനോ ഉള്ള ഒരു ഇതില്ല. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവിടെ അപ്പുറത്തെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയായിട്ട് മാത്രമേ അടുക്കളയിൽ വാതിൽ തുറക്കുമ്പോൾ കാണുമ്പോൾ സംസാരിക്കും, എന്തെങ്കിലും ചോദിക്കുന്നത്. അല്ലാതെ വേറെ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ അപ്പുറത്ത് വേറൊരു ചേച്ചിയാണ് അപ്പുറത്ത് താമസിക്കുന്നത്. ആ ചേച്ചിയാണ് എനിക്ക് ഇച്ചിരി മീനൊക്കെ ചേച്ചിക്ക് വാങ്ങിക്കുമ്പോൾ എനിക്കും കൂടെ മേടിച്ചു കൊണ്ട് തരും. കാരണം എനിക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം മേടിച്ചു കൊണ്ട് തരും. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം. അപ്പം എന്തോ പറയാമെന്ന് മറന്നുപോയി. അപ്പം ഇന്നലെ എൻ്റെ അടുത്ത് ഷോപ്പിൽ ഒരു കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പം ഈ തലയിൽ കെട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെന്ത് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടിയായിരിക്കും യേശുവ എനിക്ക് ഇങ്ങനെ ഒരു തലയിൽ ഇങ്ങനെ ഒരു കിരീടം തന്നിരിക്കുന്നത്. സത്യമാണ്. അപ്പോൾ അതിൽ കൂടെ എനിക്ക് പറയുമ്പോഴത്തേക്ക് അതിൽ കൂടെ അങ്ങ് തുടങ്ങി യഹൂദ മക്കളെക്കുറിച്ച്, പിന്നെ യഹൂദ മക്കളുടെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. എനിക്ക് യഹൂദ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ആബേനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു. ഇന്നലെ വരുന്നവരടുത്തൊക്കെ ഞാനത് പറയുന്നുണ്ട്. ഇന്നലെ വന്ന കുട്ടിയോടും ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പം യഹൂദ മക്കളെക്കുറിച്ച് എനിക്ക് കേൾക്കുമ്പോൾ, ഈ ഫേസ്ബുക്കിലൊക്കെ അവരെക്കുറിച്ച് കാണുമ്പോഴും അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് അവരെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. എനിക്ക് അവരുടെ ഒരു പ്രത്യേക സ്നേഹമാണ് എനിക്ക് അവരുടെ അടുത്ത്. എനിക്ക് അത്രയ്ക്ക് അവരെ ഇഷ്ടമാണ് എനിക്ക് യഹൂദ മക്കളെ. എൻ്റെ ആബേനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ അവരുടെ സ്വന്തം മക്കളല്ലേ അവർ. അപ്പം ആ വംശത്തിലല്ലേ യേശുവ ജനിക്കുന്നത്. ഇത് മിക്കവർക്കും പോലും അറിയില്ല കേട്ടോ. ക്രിസ്ത്യാനികൾക്ക് മിക്കവർക്കും അറിയില്ല യേശുവ ഇതിലാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ പറയും, ഇസ്രായേലിലെ ജെറുസലേമിലാണ് യേശുവ ജനിച്ച് വളർന്നത്. യഹൂദ വംശത്തിലാണ് ജനിച്ച് വളർന്നത്. യഹൂദ മക്കൾ യേശുവായിൻ്റെ സ്വന്തം മക്കളാണ്, നമ്മളൊക്കെ ജാതികളാണ് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. മനസ്സിലായി? ഇത്രയൊന്നും വിവരിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത് റീനയാണ്. മനസ്സിലായോ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറേയൊക്കെ ഞാൻ ബൈബിൾ വായിച്ചു, എങ്കിലും റീനയിൽ നിന്നും കുറേയൊക്കെ പഠിച്ച് യഹൂദ മക്കൾ ആരാണ്, യഹൂദ എന്താണ്, പിന്നെ യേശുവ നടന്ന വഴിത്താരകളിൽ ഒക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്ന ഭാഗ്യം തന്നെ നമ്മുടെ ഈ ഫോണിൽ കൂടെ തന്നെ നമുക്ക് ആ ഭാഗ്യം തരുന്നില്ലേ? നമുക്ക് പോകാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്തായിരുന്നാലും എന്തെങ്കിലും എൻ്റെ എനിക്കത് സഹായിച്ച് തരുമെന്ന് 100% ഉറപ്പുണ്ട്. ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇന്ന് എപ്പോഴും ആബയോട് പറയാം, എനിക്ക് വരണം
അവ ജനിച്ച് വളർന്ന നാട്ടിൽ പോയ വഴിത്താരയിൽ കൂടെയൊക്കെ എനിക്ക് ഓടി നടക്കണം. മാനിനെ പോലെ നീ കുതിച്ച് ചാടുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ആവയുടെ കൈയും പിടിച്ച് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അന്നൊക്കെ ഞാൻ ചിന്തിച്ച ആഗ്രഹങ്ങളെല്ലാം ഇപ്പം എൻ്റെ യേശുവ എനിക്ക് നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മുടെ യേശുവ ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് ദിവസം കഴിഞ്ഞാലും നമുക്കത് ചെയ്തു തരും. നമുക്ക് ആ വിശ്വാസം നമ്മളിൽ വേണം, ആബേലിൽ പ്രതീക്ഷ വേണം. അല്ലാതെ ചോദിച്ച ഉടനെ എനിക്ക് തരണം എന്നൊന്നും പറയരുത്. നമ്മൾ കാത്തിരിക്കുക ആബയ്ക്ക് വേണ്ടിയിട്ട്, ആ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയായിരുന്നു, ബൈബിളിൽ ഇങ്ങനെ കുറച്ച് ടൈമിംഗ് ഉണ്ട്, യേശുവ കൊടുത്തിട്ടുണ്ട്. കരയാനൊരു കാലം, ജീവിക്കാനൊരു കാലം, ചിരിക്കാനൊരു കാലം, കരയാനൊരു കാലം, പിന്നെ ജോലി കിട്ടാനൊരു കാലം സമയം, വീട് വയ്ക്കാനൊരു സമയം, കല്യാണം കഴിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനെ ഇതൊക്കെ നടക്കത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമ്മൾ വിചാരിച്ച ഉടനെ എല്ലാം നടക്കണമെന്നില്ല. ആബയ്ക്ക് ഇതൊക്കെ അറിയാം, അതുകൊണ്ടാണ് ആ ബൈബിളിൽ അത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ എഴുതിയിട്ടൊന്നുമില്ല. ഞാനതിങ്ങനെ വായിച്ച് പോയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ആകാംക്ഷയോടെ വായിക്കുമ്പോൾ ഞാൻ പറയുക, വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആബേൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ ഓരോന്നിനും ഓരോ ടൈമിംഗ് ഉണ്ട് ഇല്ലേ കരയാനൊരു സമയം, ചിരിക്കാനൊരു സമയം, ചിന്തിക്കാനൊരു സമയം, സന്തോഷിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം, കല്യാണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. ആബയുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ദുഃഖവും സന്തോഷവും ചൂടും തണുപ്പും സങ്കടങ്ങളും പുളിയും എരിയും എല്ലാം അറിഞ്ഞ് നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഭാഗം മനസ്സിലായ. ജീവിതകാലം മുഴുവൻ അവർക്ക് ദുഃഖവും ഇല്ല, ഒന്നുമില്ലാതെ സന്തോഷം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ മനസ്സിലാകുക? അവർ സന്തോഷിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ ജീവിക്കും. അവർ വേറെ ഒന്നിനെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. മറ്റുള്ളവരെ ഇല്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അനുകമ്പ തോന്നില്ല. അവർക്ക് ഒരു വിഷമം എന്താണെന്ന് അവരറിയാത്തത് കൊണ്ട് ഇല്ലാത്തവരെ കണ്ട് അവർക്ക് വിഷമം തോന്നില്ല, അവർക്ക് അനുകമ്പ തോന്നില്ല, അവരെ കളിയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അതിനാണ് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും ഇതൊക്കെ തന്നിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാതെ വെറുതെ നമ്മൾ ആ ബുദ്ധി ഇങ്ങനെ വെറുതെ വെച്ച് ഇതാക്കരുത്. നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ആശയങ്ങൾ നമുക്ക് ജ്ഞാനം കൊണ്ട് തരും. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തത്. എന്നെ പഠിപ്പിച്ചത് എൻ്റെ കുറേ ഇതൊക്കെ എനിക്ക് അറിവ് കിട്ടിയത്, മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബൈബിൾ വായിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒക്കെ എനിക്ക് പറ്റിയത്. മനസ്സിലായോ? അതൊക്കെ ബൈബിൾ വായിച്ചത് കൊണ്ടാണ്, എൻ്റെ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഞാൻ ആബയോടെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ യഹൂദ മക്കളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലാണ് അവരുടെ അടുത്ത് കേട്ടോ. പണ്ടുള്ളവർ പറയാറില്ലേ, രക്തത്തെ കണ്ടാൽ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് അവരിലുള്ള ഒരു ആകാംക്ഷയും അവരിലുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ അവരെ കാണുമ്പോഴും അവരെക്കുറിച്ച് കേൾക്കുമ്പോഴും മൊബൈലിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അവർ ശബത്തിന് ബന്നുണ്ടാക്കുന്ന എന്തൊക്കെ മോഡലിലാണ് അവർ ബന്നുണ്ടാക്കുന്നത്, ബന്ന് വീഞ്ഞ്, ആ ശബത്തിനൊക്കെ അവർ ഒരുക്കുന്ന മേശ, എന്ത് ഭംഗിയായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് നോക്കിയിരുന്നപ്പോൾ തലയിൽ കെട്ടുന്നത് ഇത് പഠിച്ചത്. അപ്പോൾ ആബയോട് ഞാൻ ചോദിച്ചു, യേശു എനിക്ക് അറിഞ്ഞൂടാത്തത് ഞാൻ കണ്ടിട്ട് പറയും, ഇത് എന്താ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ
എനിക്കത് ഒന്നിയിൽ അത് എനിക്ക് ആ സ്പോട്ടിൽ തന്നെ ഇത് മനസ്സിലാക്കി തരും, അത് കാണിച്ചു തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് റീനയിൽ നിന്ന് എനിക്കത് യേശുവ പറയും, റീനയിൽ നിന്ന് എനിക്ക് പറയും. അപ്പോൾ ഞാൻ പലപ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ബൈബിൾ വായിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും ഞാൻ പറയും ആബാ ഇത് എന്തോന്ന് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ പറയും അപ്പോൾ എന്തോ ആബാ. അപ്പോഴായിരിക്കും ചിലപ്പം റീനയുടെ ലൈവ് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യമാണ് റീന ആ സമയത്ത് പറയുന്നത്. അപ്പോൾ പലപ്പോഴും എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അനുഭവം. അപ്പോൾ ഞാൻ പറയും ആബാ ഞാനിപ്പോൾ ഇത് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ ഇത് ഇന്നലെ ഞാൻ ആബയോട് ചോദിച്ച കാര്യമല്ലേ ദേ റീന പറയുന്നു. സത്യമാണ്, 100% സത്യം. അപ്പോഴെനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ആവ എത്ര വലിയ ആളാണ്, എത്ര വലിയ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല എൻ്റെ ആവേനെക്കുറിച്ച്. എൻ്റെ പൊന്നു, എൻ്റെ ആവ എൻ്റെ ചക്കരയാണ്, എൻ്റെ ചക്കര കുട്ടനാണ്, എൻ്റെ നിധിയാണ് എൻ്റെ ആവ. അറിയാവോ, എനിക്ക് എങ്ങനെ വർണ്ണിക്കണമെന്നറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല എൻ്റെ ആവയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട്. അത്രയ്ക്ക് തേൻമൊഴിയാണ്, അത്രയ്ക്ക് ചക്കരയാണ്, അത്രയ്ക്ക് തങ്കക്കുടമാണ് എൻ്റെ ആവച്ചി. മനസ്സിലായോ? രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ഇന്നലെ ചില സമയത്ത് ഉറക്കം വരില്ല കേട്ടോ. 3 മണി 4 മണി വരെയൊക്കെ ഞാനിങ്ങനെ മെസ്സേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ കൂടുതലും മെസ്സേജൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആബേൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഞാനിപ്പോൾ ഈ ബൈബിളിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന കാര്യങ്ങളും ഈ നോഹയുടെ കാര്യങ്ങളും ഒക്കെ ഞാനിപ്പം നിങ്ങളുടെ അടുത്തൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അതിനെക്കുറിച്ച് ബൈബിളിനെ കുറിച്ചൊക്കെ ചരിത്രങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആബജി ഞാനിപ്പോൾ അതിന് മുമ്പേ ഇതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒത്തിരിയും കാണിക്കുന്നുണ്ട്. അപ്പം ആബജി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് ഇതിപ്പോൾ ഞാൻ പറയുന്നു റീന പറയുന്ന കാര്യവും ഞാൻ പറയുന്ന കാര്യവും ഒക്കെ നിങ്ങളിത് കേൾക്കുവാണല്ലോ വചനത്തെക്കുറിച്ച്. അപ്പം നിങ്ങൾക്കത് അറിയണം, അതിന് വേണ്ടിയിട്ട് ആ ചരിത്രം സിനിമയാക്കിയെടുത്ത് വീഡിയോ ആക്കിയെടുത്ത് അത് ഇപ്പം ഈ ഫേസ്ബുക്കിലോട്ടത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഘട്ടങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ അത് വരുക. ബൈബിളിലുള്ള ഓരോ കാര്യങ്ങളും മോശയുടെയും പിന്നെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും അങ്ങനെ ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളും ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങളും ശിഷ്യന്മാർക്ക് കൊടുത്ത അരുൾപ്പാടും ഇതെല്ലാം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസായിട്ട് സിനിമ ആയിട്ടൊക്കെ അത് വന്നുകൊണ്ടിരിക്കുക ചരിത്രം. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് കേൾക്കുന്ന മക്കൾക്ക് ഈ വചനം ഞാനും റീനയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കേൾക്കുവാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആ വചനത്തിൻ്റെ അതേ ഇത് തന്നെയാണ് വീഡിയോസായിട്ട് അത് ഫേസ്ബുക്കിലോട്ട് വരുന്നുമുണ്ട്. എനിക്കറിയില്ല കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഇതിന് മുമ്പേയൊക്കെ റീന ഇങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ ആവയോട് ചോദിച്ചേരുള്ളൂ, റീന അത് പറയുന്നു. അപ്പോൾ റീനയിൽ കൂടെ ആവ പറയുവാണ്, എനിക്ക് പറഞ്ഞു തരുവാണ് അതിൻ്റെ ആൻസർ. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി എനിക്ക് തരുന്നതാ. ഞാൻ സംശയം ചോദിച്ചില്ലേ ഇതെന്തോ ആണ്, എനിക്കറിയാൻ ആകാംക്ഷ, വല്ലാത്തൊരു വാഞ്ചയാണത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കും. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. നിങ്ങൾ ആബയോട് പറയും, നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾ ചോദിക്കുക ആബയോട്, നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. ഇപ്പോഴും ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഫേസ്ബുക്കിൽ യഹൂദ മക്കൾ ചെയ്യുന്ന പല ഈ 7 നിലവിളക്കിൻ്റെതും കാഹളം മൂന്ന് ഈ ആടിൻ്റെ കൊമ്പുണ്ടല്ലോ, അതൊക്കെ പല മോഡലിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആവയോട് ചോദിക്കുക. എന്നിട്ട് അതിൽ ഒരു വെറൈറ്റി ഒരു ഇത് കണ്ടായിരുന്നേ, അത് എന്നതാണെന്നറിയില്ല, പക്ഷേ അവിടുത്തെ അവയുടെ ഭാഷയിലൊക്കെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കതറിയില്ല, മനസ്സിലായില്ല. അപ്പം കാഹളവും ഈ 7 നിലവിളക്ക് 9 നിലവിളക്ക് അതിൻ്റെയൊക്കെ എനിക്കറിയാം. പിന്നെ തോറ എനിക്കറിയാം കാണുമ്പോൾ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് യഹൂദ മക്കളത് ഡെക്കറേഷൻ ചെയ്യുമ്പോഴും അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇന്നലെ ഞാനൊരു ഇത് കണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആബയോട് ചോദിച്ചു, ഇതെന്തോ ഇതെന്താണ് സാധനം എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതെനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തായിരുന്നാലും അതിൻ്റെ എനിക്കത് പഠിപ്പിക്കും, അത് മനസ്സിലാക്കി തരും. അതെന്താണ് അതിൻ്റെ അർത്ഥമൊന്നും, അതെന്താണ് സാധനം, അതെന്തിന് യൂസ് ചെയ്യുന്നതെന്ന് എൻ്റെ എനിക്കത് മനസ്സിലാക്കി തരും, അത് ഉറപ്പാണ്. മനസ്സിലായോ?
എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ ആബയോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ ഞാനത് പറയുമ്പോൾ അവ മനുഷ്യരൂപത്തിൽ വന്ന് എന്നെ കാണിച്ചു തരുവാണ്, പറഞ്ഞു തരുവാണ്, എന്നെ പഠിപ്പിക്കുവാണ്. സത്യം ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ റീന പറയുന്നതൊക്കെ. എൻ്റെ ഞാനിപ്പോൾ ചോദിച്ചല്ലേ ഉള്ളൂ, ദേ റീന പറയുന്നു. എൻ്റെ റീനയിൽ കൂടെ പറഞ്ഞു തരുന്ന എന്നെ പഠിപ്പിക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. നിങ്ങളിത് ആബയെ സ്നേഹിക്കാൻ അറിയാൻ ശ്രമിക്കുക. വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങൾ ശബത്ത് ആചരിക്കുക. ഏതാണ്ട് ലോകം അവസാനിക്കാറായി, യേശുവിൻ്റെ വരവെടുത്തു, ആബയുടെ വരവെടുത്തു. അപ്പം നമ്മൾ ആബ പറയുന്നത് ശബത്ത് ആചരിക്കുക എന്നാണ്. ആബയ്ക്ക് മെയിൻ ഇത് ശബത്ത് തന്നെയാണ്, അതിനപ്പുറം ആബയ്ക്ക് ഒരു ഇതുമില്ല. നിങ്ങൾ ശബത്ത് ആചരിക്കുക. ആബയ്ക്ക് എന്തോരം സന്തോഷമായിരിക്കും, ആബയ്ക്ക് എന്തോരം ഇഷ്ടമായിരിക്കും നിങ്ങളുടെ അടുത്ത്. ശബത്ത് ആചരിക്കുക. ഫേസ്ബുക്കിലൊക്കെ യഹൂദ മക്കൾ ആചരിക്കുന്ന നിങ്ങളത് കാണ്. ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ നിറയെ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ, കേട്ടോ. അപ്പം കുറേയൊക്കെ ഞാൻ അങ്ങനെ കണ്ടാണ് പഠിച്ചത്. പിന്നെ കുറേയൊക്കെ റീന പറഞ്ഞു തന്നു, ഇങ്ങനെ ശബത്തിന് അവൾ യഹൂദ വീട്ടിലല്ലേ അവൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറും അവരുടെ രീതിയും അവരെങ്ങനെയാണത് ഫോളോ ചെയ്യുന്നതും എന്നൊക്കെ യഥാർത്ഥത്തിൽ യേശുവ പഠിപ്പിച്ചത്, യേശു അവിടെ ചെയ്തത് ഒക്കെ അവരാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന യഹൂദ മക്കൾ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുക്കങ്ങൾ. അത് എന്തൊക്കെ മോഡലിലാണ് അവർ ആ ബന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ആ ശബത്തിന് വയ്ക്കേണ്ട ബന്ന് എന്തൊക്കെ മോഡലിലാണെന്നറിയാം അവർ ആ ബന്നിനെ ഡെക്കറേഷൻ ചെയ്ത് പിന്നെ ഓവനിൽ വെച്ച് കൊണ്ടുവരുന്നത്. എന്നാ ഭംഗിയാണ് സത്യം പറഞ്ഞ്. നമ്മുടെ ഈ മുടിയൊക്കെ കെട്ടൂലേ, നമ്മുടെ മുടിയൊക്കെ എന്തൊക്കെ മോഡലാണ് നമ്മൾ കെട്ടുന്നത്, അതുപോലെ അവർ ആ മാവ് വെച്ചിട്ട് ആ ബന്ന് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണണം. അവരെ പോലത്തെ ബുദ്ധി ജ്ഞാനം, അവർക്ക് പ്രത്യേക ഒരു ബുദ്ധിയാണ് ആബ കൊടുത്തത്. അവരിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള സർവ്വതും കണ്ടുപിടിച്ചത്. യഹൂദ മക്കൾ ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ. അവർക്കുള്ള ബുദ്ധിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ടുള്ളവർ പറയാറുണ്ട് രക്തത്തെ തിരിച്ചറിയുമെന്ന്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. എൻ്റെ രക്തത്തിലോട്ട് അവർ അലിഞ്ഞ് ചേരുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വംശത്തിൽ എവിടെയോ ജനിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ എന്തോ ഇവിടെ ആയിപ്പോയതാണ്. സത്യമോ? പലപ്പോഴും എനിക്കിങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ യഹൂദ വംശത്തിൽ ജനിച്ചതാണ്, എങ്ങനെയോ എന്തോ ഇവിടെ എങ്ങനെ ആയിപ്പോയി ഞാൻ, മനസ്സിലായോ? എന്നാ വെച്ചാൽ മക്കളൊക്കെ ബൈബിളിലുണ്ട്, ഇവരെ മോശേനെ ഏൽപ്പിക്കും, അടിമത്തത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഇവരെ മോചിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് മരുഭൂമിയിൽ വെച്ച് ചിതറിയൊക്കെ പോവും പലരും, കേട്ടോ. പല സ്ഥലങ്ങളിലൊക്കെ ചിതറി ഇന്ന് ലോകത്തിൻ്റെ അറ്റം വരെ യഹൂദ മക്കൾ കിടക്കുവാണ്. യേശു പറയുന്നുണ്ട്, യേശുവിൻ്റെ വരവിന് മുമ്പേ ഈ യഹൂദ മക്കളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുവാണ്. അതിനുള്ള പ്രയത്നമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ ജാതികളിലും കാണും, നമ്മളിലും കാണും. ചിലപ്പോൾ ഞാൻ യഹൂദ വംശത്തിൽ ജനിച്ചതായിരിക്കും. അപ്പം ചിതറിയൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ആ ഫീല് വരത്തില്ല. യേശുവിൻ്റെ മക്കൾ മാത്രമേ യഹൂദ മക്കളെ സ്നേഹിക്കത്തുള്ളൂ, ഈ യേശുവ ശബത്താചരിക്കത്തുള്ളൂ. യേശുവിൻ്റെ മക്കൾ മാത്രമേ ഇത് ചെയ്യൂ. അല്ലാത്തവരൊക്കെ ചിലവരെയൊക്കെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ ചിലവരോട് ശബത്തെന്ന് പറയുമ്പോൾ ചിലവരെന്നോട് പറയുക, ചേച്ചി ശബത്തല്ല ശാബതമല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ശബത്തെന്നാണ്. ശാബതമൊന്നും നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അതെന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് നിങ്ങളെ വച്ചിരിക്കുന്നത് പുരോഹിതന്മാരും പാസ്റ്റർമാരും. ശാബതമല്ല, യഥാർത്ഥത്തിൽ ശബത്തെന്നാണ് പറയുന്നത്. അതായത് ശബത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അത് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇന്നലെ കുട്ടി വന്നാൽ കുറച്ച് ഇതിനുമേ പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശബത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശനിയാഴ്ചത്തേക്കെന്നാണ് ശബത്തെന്ന്, ആ ദിവസത്തിനാണ് ശബത്തെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ശനിയാഴ്ച എന്നല്ലേ പറയുന്നത്, ആ ദിവസത്തിന്. അപ്പോൾ അവിടെ ഇസ്രായേലിൽ ജെറുസലേമിൽ ശബത്തെന്നാണ് പറയുന്നത്, ശനിയാഴ്ചത്തേക്ക്. അപ്പോൾ അതാണ് യേശുവ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് 6 ദിവസം യേശുവ ജോലി ചെയ്തു. ഞാൻ ഇന്നലെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ വീഡിയോസ് കണ്ടാൽ മതി, ഒന്നിൽ റീനയുടെ വീഡിയോസ് കാണുക, ഇല്ലെങ്കിൽ എൻ്റെത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. അതിൽ ഞാൻ കുറേ എനിക്ക് അറിയുന്ന അറിവ് ഞാൻ പറയുന്നുണ്ട്. എന്നേക്കാൾ അറിവ് റീനയ്ക്കുണ്ട്. റീന കുറച്ചുകൂടെ ബൈബിൾ പഠിച്ച കുട്ടിയാണ്,
പഠിച്ചിട്ടുണ്ട് അവൾ അതിനെക്കുറിച്ച്. ഞാൻ ബൈബിൾ വായിച്ചാണ് കുറേ കാര്യങ്ങൾ അറിഞ്ഞ്, പിന്നെ കുറേയൊക്കെ യേശു അവളിൽ എന്നെ ഞങ്ങളെ തമ്മിൽ പിന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഫേസ്ബുക്കിൽ കൂടെയാണ് റീനേനെ എന്നെ യേശുവായാണ് എന്നെ പരിചയപ്പെടുത്തിയ റീനേനെ, അറിയോ? അപ്പം അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ റീനേനെ ഇതാക്കിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുമായിട്ട് നിങ്ങൾ ഇതാക്കുക. എന്തോ പറയാൻ വന്നു കേട്ടോ, മറന്നുപോയി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓർമ്മ വരുമ്പോൾ പറയാം കേട്ടോ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ശബത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ശബത്ത് ആചരിക്കുക, നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ശാബതം. അപ്പം ഈ ശാബതം എന്ന് പറഞ്ഞാൽ കുട്ടിയും പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ശാബതമല്ല, ശബത്താണ്. അത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അപ്പം ശാബതം എന്ന് പറഞ്ഞ് വലിയ എന്തോ ഉള്ള ഒരു ഭയം, അത് പിശാച് മനുഷ്യരിൽ കൊണ്ടെത്തിച്ചിരിക്കുന്ന അങ്ങനെയാണ്, അവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് പിശാച്. പിന്നെ ദൈവമക്കൾക്ക്, ദൈവം ചൈതന്യമുള്ള മക്കൾക്ക് ഒരിക്കലും ശബത്തെന്ന് കേൾക്കുമ്പോൾ പേടിക്കില്ല. ഞാൻ ഇന്ന് ശബത്ത് ആചരിക്കുന്നത് എനിക്ക് പേടിയില്ല, എനിക്ക് ആരെയും ഭയമില്ല. ഈ ലോകത്ത് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. എൻ്റെ ആബേനെ ഇല്ലാതെ, എൻ്റെ ജീവനുള്ള യേശു ആബയല്ലാതെ, സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ആബേനെ ഇല്ലാതെ, ആബ അഗ്നിയാണ്. എൻ്റെ ആബേനെ ഞാൻ പേടിക്കുന്നുണ്ട്. പക്ഷേ ഇനി ലോകത്തിൽ മനുഷ്യരെ കണ്ട് ഞാൻ പേടിക്കുന്നേയില്ല. എനിക്കൊന്നുമില്ല, എൻ്റെ ആബേൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആ ശബത്ത് ആചരിക്കുന്നത് അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ആബയ്ക്ക് കൊടുക്കുന്നതാണ്. എൻ്റെ ആബയുടെ മകളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആബയുടെ ഇഷ്ടമല്ലേ ഞാൻ നിറവേറ്റേണ്ടത്? മനുഷ്യരുടെ ഇഷ്ടമാണ്, അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെ ഇഷ്ടമാണോ ഞാൻ നിറവേറ്റേണ്ടത്? ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ശബദം എടുക്കുക, നമ്മളൊരു തീരുമാനം എടുക്കുക, അപ്പനൊരു വാക്ക് കൊടുക്കുക. പക്ഷെ കൊടുത്ത വാക്ക് മരണം വരെ നമ്മൾ കാത്തു പരിപാലിക്കണം. എന്തൊക്കെ വന്നാലും ഞാനങ്ങനെയാണ്. ഞാൻ എൻ്റെ അപ്പന് കൊടുത്ത വാക്ക് എൻ്റെ മരണം വരെ ഞാനത് കാത്തു പരിപാലിച്ച് കൊണ്ടുപോയിരിക്കും, ഉറപ്പാണ്. എൻ്റെ അപ്പന് കൊടുത്ത വാക്കാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ശബത്ത് ഞാൻ കൈവിടുകയില്ല. ഞാൻ ശബത്ത് ആചരിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ അപ്പനെ ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഞാൻ പറഞ്ഞ് ശബത്തെന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും പേടിക്കണം. എന്തോ ശാപതം എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേടിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. 6 ദിവസം യേശുവ ജോലി ചെയ്തു, സൃഷ്ടി നടത്തി. 7-ാം ദിവസം യേശു ഇതെല്ലാം നോക്കിയിട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, ഇത് എന്നും എക്കാലവും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ആചരിക്കണമെന്ന് പറയും. അതാണ് ശബത്ത്. ആ അനുഗ്രഹിക്കുന്ന ദിവസം ഏതാണ്? 7-ാം ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ആ ശനിയാഴ്ചയാണ് നമ്മൾ ആചരിക്കേണ്ടത്, അല്ലാതെ ഞായറാഴ്ചയല്ല നമ്മൾ ആചരിക്കേണ്ടത്. ദൈവത്തിൻ്റെ യേശുവായിൻ്റെ സൃഷ്ടിയിൽ, ആവയുടെ സൃഷ്ടിയിൽ ഞായറാഴ്ച എന്ന് പറയുന്നത് 1-ാം ദിവസമാണ്. മനസ്സിലായോ? 1-ാം ദിവസമാണ്. പക്ഷെ മനുഷ്യരുടെ സൃഷ്ടിയിൽ 1-ാം ദിവസം വരുന്നത് തിങ്കളാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ശനിയാഴ്ചയാണ് ആചരിക്കേണ്ടത്. എല്ലാം പിശാച് നേരെ തിരിച്ച് മനുഷ്യരിലേക്ക് തിരിഞ്ഞു. ചിലവരുടെ അടുത്ത് പറയുമ്പോൾ ശാപതം അത് ശാപതമാണ് എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പല പെൺകുട്ടികളും കടയിൽ. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അത് ശാപതമല്ല, ശബത്താണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാൻ മേലാഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്. പിശാചിൻ്റെ ഇതുള്ളവർക്കാണ് ആ ഭയം വരുന്നത്. പിശാചിനറിയാം ശബത്ത് ഏത് ദിവസമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ശബത്തെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ദിവസം അവൻ ആചരിക്കാൻ മനുഷ്യരെ അനുവദിക്കില്ല. അവൻ കൊണ്ടുവന്ന് ഞായറാഴ്ചയാക്കി വെച്ചിരിക്കുവാണ് അവൻ്റെ സൗകര്യത്തിന്. മനസ്സിലായ? അതിൽ ജനങ്ങളെല്ലാം അകപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു, ബൈബിൾ വായിച്ചു തുടങ്ങി. ഇങ്ങനത്തെ കുറേ റീനയുടെയൊക്കെ മെസ്സേജുകൾ കേൾക്കുന്നു. ബൈബിൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ മെസ്സേജും കേൾക്കുന്നുണ്ട്. മെസ്സേജ് കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ബൈബിളും വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, സത്യം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കുക, എന്നിട്ട് മെസ്സേജും കേൾക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ആബയോട് നിങ്ങൾ ചോദിക്കുക, ആബ എന്നെ പഠിപ്പിക്കണേ ആബ, എനിക്ക് ആബയുടെ വഴി എനിക്ക് എൻ്റെ ആബയുടെ വഴി മതി, എനിക്ക് മനുഷ്യർ പറയുന്ന വഴി കൂടെ പോകണ്ട എന്ന് നിങ്ങൾ പറയും. ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് ഈ നിമിഷം ഇതിലോട്ട് എത്തിയത്, ഞാൻ എൻ്റെ കണ്ണും മനസ്സും തുറന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശബത്തിനെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട. ശബത്തെന്ന് പറയുന്നത് ആ ദിവസത്തിനാണ്. ശനിയാഴ്ച എന്നൊരു ദിവസത്തിൻ്റെ പേരാണ്.
അല്ലാതെ ശാപതം എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് വച്ചിരിക്കുകയാണ് മനുഷ്യരും പള്ളിയിലുള്ളവരും പിന്നെ സഭക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. അത് ശബത്താചരിക്കുന്നവൻ, അതായത് ശബത്താചരിക്കുന്നതിന് യേശുവിൻ്റെ മക്കളാണ്. കാരണം എനിക്ക് പേടിയുണ്ടായില്ല ശബത്തെന്ന് കേട്ടപ്പോൾ. കാരണം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് എൻ്റെ യേശു ആ ജീവനോടെ ഇന്ന് ജീവിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ മകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയമില്ല. അതുകൊണ്ട് ഞാൻ ശബത്താചരിക്കുന്നു. ആ പേടിയില്ലാത്ത മക്കളൊക്കെ യേശുവായുടെ മക്കളാണ്. ശബത്തെന്ന് കേൾക്കുമ്പോൾ പേടിയില്ലാത്തത്. ശബത്തെന്ന് കേൾക്കുമ്പോൾ പേടി വരുന്ന അവരൊക്കെ പിശാചിൻ്റെ സന്തതികളാണ്. അവരിൽ പിശാച് കുടികൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വിറയിൽ വരുന്നത്, ഭയം വരുന്ന ശബത്തെന്ന് കേൾക്കുമ്പോൾ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾ കേൾക്കുക, കാണുക. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന 10ാമത്തെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ 1 മുതൽ കേട്ടാൽ എൻ്റെ ജീവിതാനുഭവം, എനിക്ക് കിട്ടിയ മെറിക്കിള്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ 1 മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ആബേനെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അതുകൊണ്ടാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. ഒത്തിരിയും വിഷമം ഇന്നലെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാനസികമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടായിരുന്നു, ജിജിൻ രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതായത് വെളുപ്പ് കറുപ്പ് ജാതി മതം പറഞ്ഞ് പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ അവരുടെ സാർ അവരെ ഇതാക്കിയത് ഒക്കെ കേട്ടിട്ട് വല്ലാത്ത ഒരു, എന്നെ പറയാനാ, ഇന്ന് ഈ ലോകം എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഈ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ ഇന്ന് ആത്മഹത്യേൻ്റെ വക്കിൽ കൊണ്ട് എത്തിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഈ ക്രൂരത ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് പിശാചിൻ്റെ ഭരണമല്ലേ ഇപ്പം നടക്കുന്നത്. അപ്പം അവൻ കുറേ പേരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. കാരണം യേശുവായിൻ്റെ ഭരണം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് മരണമില്ല, അസുഖങ്ങളില്ല. യേശുവായിൻ്റെ ഭരണം വരുമ്പോൾ, യേശുവാ ഒന്ന് ഈ ലോകം ഒന്ന് ഭരിക്കുന്ന നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതിൽ ബൈബിളിലുണ്ട്, യേശുവായിൻ്റെ ഭരണം വരുമ്പോൾ മരണമില്ല, അസുഖമില്ല, അവിടെ നിലവിളിയില്ല, കരച്ചിലില്ല, ഒന്നുമില്ല. അതായത് സന്തോഷകരമായ ജീവിതമാണ്. അതൊന്ന് ആസ്വദിച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ആബയുടെ ഒരു ഭരണം വരുമ്പോഴത്തേക്ക് ഇതിപ്പം പിശാചിൻ്റെ ഇതാണ് താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഇതാണ് ഇപ്പം, മനസ്സിലായോ? 1000 വർഷം കണ്ട ചങ്ങലയിൽ ഇട്ടിരുന്നതാണ്. അവൻ്റെ ചങ്ങല പൊട്ടിച്ച് അവനിനി ഇതോടെ തീരും. അപ്പോൾ അതിന് മുമ്പേ കൊണ്ടുപോകേണ്ടവരെല്ലാം അവൻ കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ മനുഷ്യരിലാണ് അത് വ്യാപിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ആ മനുഷ്യനെന്ന് പറയണ ആ മനുഷ്യനെന്താണ്, അവനെ സാറെന്ന് വിളിക്കേണ്ട ഒരു യോഗ്യത അവനില്ല. പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? അവൻ പിശാചിൻ്റെ സന്തതി. അവൻ കാലനാണ്. കുറേ ഫേസ്ബുക്കിൽ കുറേ ആൾക്കാർ പറയുന്ന പോലെ അവൻ കാലനായിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ കാലനാണ് അവൻ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോ കുട്ടികളെയും പ്രേരിപ്പിച്ച് അവനാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൊന്നത്. പക്ഷെ അവൻ ഈ രീതിയിൽ ആക്കിയെന്നേ ഉള്ളൂ. അവൻ ആ രീതിയിൽ കൊണ്ടെത്തിക്കണമായിരുന്നു. മനസ്സിലായോ? അവൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അവൻ യഥാർത്ഥത്തിൽ അവൻ കൊന്നത് തന്നെയാണ്. പക്ഷേ അവന് ഇങ്ങനെ പ്രേരിപ്പിച്ച് അവനെ താഴ്ത്തി കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ ജാതിയും മതവും വെളുപ്പും കറുപ്പും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ച്, അവൻ്റെ അമ്മേനെ അച്ഛനെയൊക്കെ ആക്ഷേപിച്ച് അവനെ കൊണ്ട് ഈ ഒരു മരണത്തിൻ്റെ വക്കിൽ, ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചത് ഈ പന്ന റാസ്കലാണ്. അവനെ ആ 2 പേരെ എൻ്റെ കയ്യിൽ കിട്ടുവാനോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് എൻ്റെ നേരെ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചെങ്കിൽ ഞാൻ കീറിയനെ. സത്യമാണ്. എനിക്ക് അത്രയ്ക്ക് അരിശമാണ് കണ്ടിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സത്യം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും, കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയ്ക്ക് എന്തോരം വിഷമം ഇന്ന് അവർ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഞാൻ ആബയോട് അപ്പോഴേന്ന് പറയണ, കണ്ടില്ലേ ഈ ലോകം എങ്ങോട്ട് പോകണം, ആ കുഞ്ഞിൻ്റെ ചിരി കണ്ടോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ അച്ഛനും അമ്മയും എന്തോരം സഹിക്കുന്നുണ്ടായിരിക്കും, നെഞ്ച് പൊട്ടിപ്പോകുന്നുണ്ടായിരിക്കും അവർ. എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത്? ആ കൊച്ചുങ്ങളുടെ സ്വപ്നമല്ലേ നീ തകർത്ത് കളഞ്ഞ്. ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ വച്ചിരുന്ന എന്തിനാണ്? ഈ കോളേജുകളിൽ പണ്ട് കാലം മുതലേ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഓരോ കുട്ടികൾ ഇന്ന് പുറത്ത് വന്ന് പറയുവാണ്, ഇന്ന് മീഡിയാസിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ആ കുട്ടികൾക്ക് തൻ്റെ ഇടം വന്നത് പുറത്ത് പറയാനായിട്ട്. ഈ ധൈര്യം നിങ്ങൾ പണ്ട് കാലങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചവർക്കും ഈ റാഗിങ് എന്ന് പറയുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നിർത്തലാക്കണം. കോടതി നിയമം കുറച്ച് 2-3 കാര്യങ്ങൾക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ പോകും, നഷ്ടപ്പെടും. അത് ഉറപ്പാണ്. ഇനി ഒരു കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല.
ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഇനി ഒരു കുഞ്ഞുങ്ങൾ. അത് കോടതി ജഡ്ജിയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് ജഡ്ജി കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ കാണുവാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കും അത് സമ്മതമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ഇതാക്കുക. 2-3 കാര്യത്തിൽ കോടതി നിയമം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഒന്ന്, റാഗിങ് നിർത്തലാക്കണം. ഈ ഇന്ത്യ ഒട്ടാകെ നിർത്തലാക്കണം. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും റാഗിങ്ങേ വേണ്ട. പിന്നെ ഒന്ന്, ഇനിയുള്ള അധ്യാപകരെ ഇനി ഇൻ്റർവ്യൂ ചെയ്ത് വേണം. പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇൻ്റർവ്യൂ ചെയ്തിട്ട് വേണം ഇനിയുള്ള അധ്യാപകരെ, ടീച്ചേഴ്സായിരുന്നാലും കോളേജിലായിരുന്നാലും ക്യാമ്പസുകളിലായിരുന്നാലും പഠിപ്പിക്കുന്ന ഡോക്ടർമാർ ആരായിരുന്നാലും ഇനി ഇൻ്റർവ്യൂ ചെയ്തേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അറിയാം ഒരു സാറിൻ്റെയും ഒരു ടീച്ചേഴ്സിൻ്റെയും സംസാരത്തിലും പെരുമാറ്റത്തിലും അറിയാം അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം ഇൻ്റർവ്യൂ എടുക്കുന്നവർക്കറിയാം ഈ കുട്ടീനെ, ഈ ടീച്ചറിന് കുഴപ്പമില്ല, ഈ സാറിന് കുഴപ്പമില്ല, കുട്ടികളുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകാനും അവരെ സ്നേഹിക്കാനും അവരെ നല്ലതുപോലെ പഠിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാറാണ് ഇൻ്റർവ്യൂ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് അവരുടെ ആ സംസാരത്തിൽ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കരുത്. അവർ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ഇതിൽ കയറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നത്, മാനസികമായി ശാരീരികമായി. കോളേജുകളുടെ സ്കൂളിലും ഇന്ന് എന്തെല്ലാമാണ് കോളേജുകളിലും സ്കൂളുകളിലും കൊച്ചു കുട്ടികൾ, അതായത് 10 വയസ്സായ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് എങ്ങനെ അറിയാം ഇത്? എങ്ങനെ കഴുത്തിലിട്ട് കുരുക്ക് കെട്ടാൻ അറിയാം അവർക്ക്? എനിക്കറിയില്ല. അത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ പറയുന്ന എനിക്ക് പോലും അറിയില്ല കുരുക്ക് കെട്ടാൻ ഇന്ന്. അപ്പോൾ ഈ 10 വയസ്സായ കുട്ടികൾക്ക് എങ്ങനെ അറിയാം കുരുക്ക് കെട്ടാനായിട്ട്? അപ്പോൾ ഇതെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോൾ ഇത് കാലനാണ്. പിശാച് മനുഷ്യരൂപത്തിൽ വന്ന് ഓരോ കുട്ടികളിലും ഇങ്ങനെ വന്ന് കൊണ്ടുപോവുകയാണ്. കാരണം ഇന്ന് പ്രായം ചെന്നവരുടെ ഇതൊന്നും അവന് വേണ്ട. ഇന്ന് ചെറുപ്പക്കാരുടെ കൊച്ചുകുട്ടികളുടെ ആത്മാവും കൊച്ചുകുട്ടികളുടെ രക്തത്തിനുമാണ് ഇന്ന് പിശാചിന് കൂടുതൽ ബലം കിട്ടുന്നത്, കാലന് ബലം കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത്, വഴിതെറ്റിച്ച് വിടുന്നത്. ഇങ്ങനെയുള്ള സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഇങ്ങനെയൊക്കെ സാറുമാരുടെ ടീച്ചർമാരുടെ രൂപത്തിലൊക്കെ ഈ പിശാച് കയറി, ഈ കാലം കയറി മേയുവാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും അത് വച്ച് പൊറപ്പിക്കരുത്. അതിനുവേണ്ടി ഇൻ്റർവ്യൂ ചെയ്ത് തന്നെ ഇനിയുള്ള സ്ഥാപനങ്ങളിൽ ഇനി ടീച്ചർമാരായിരുന്നാലും സാറുമാരനായിരുന്നാലും പഠിത്തം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അവൻ ഡോക്ടറാന്ന് പറയുന്നു, അവൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇവ ഒരു മനുഷ്യനാണോ? ഇവനൊരു മനുഷ്യനാണെങ്കിൽ ഇവ ഇങ്ങനെ ചെയ്യുമോ? ഇത് മൃഗത്തിനേക്കാളും അധികമാണിവൻ. മൃഗത്തിന് പിന്നെയും ഉണ്ടൊരേ അലിവ്. ഇതെന്ന് പറയണ കുറച്ച് അലിവെങ്കിലും കാണും. പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ എന്തോ ഒരു സ്നേഹമാണ്. അതിനെ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കും. അതിനെ എന്തെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം. ആ മൃഗങ്ങളുടെ അതിനേക്കാൾ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ ഇത്. അപ്പോൾ അവൻ മനുഷ്യനല്ല. അവൻ ഈ പറഞ്ഞതുപോലെ, ആൾക്കാർ പറഞ്ഞതുപോലെ അവൻ കാലനായിട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ ഇനി ക്യാമ്പസുകളിലും കോളേജുകളിലും, അത് പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങൾ, ടീച്ചേഴ്സാവട്ടെ സാറുമാരാവട്ടെ, ഇനി ആരെയും വച്ച് പൊറപ്പിക്കരുത്. അപ്പം തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ടീച്ചർമാരോ അല്ലെങ്കിൽ മറ്റുള്ള സാറുമാരോ അവർക്കറിയാം അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അവിടെ ഇടപഴകുന്നില്ല. അപ്പോൾ അവരിൽ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ അവർ ഈ സാർ അല്ലെങ്കിൽ ഈ ടീച്ചർ ഇങ്ങനെ ചെയ്യുവാണ്. മറ്റുള്ള സാറുമാർ ഇതൊക്കെ ടീച്ചർമാർ നോട്ട് ചെയ്യണം. എന്നിട്ട് അത് വേണ്ട നടപടികൾ നിങ്ങൾ എടുക്കണമായിരുന്നു. പുള്ളീന് അവിടെ നിന്ന് ഇനി ഒരു കോളേജിലും ഇങ്ങനെയുള്ള പഠിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊലക്കളാവും. മനസ്സിലായോ? ഈ കാളകളെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന കൊലക്കളാവും. അത് കളവാണത്. സ്കൂളായാലും ക്യാമ്പസായാലും കോളേജായാലും മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അവനെ തക്കതായ ശിക്ഷ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കേരളക്കാരനല്ല അവന്, ഏതോ ദൂരമുള്ളവനാണ്. അവൻ ഇത്രയും ധൈര്യം കേരളത്തിൽ കാണിക്കണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരുപാട് അജണ്ടകളുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവന് ഇത്രയും ധൈര്യം കാണില്ല. അവന് കുട്ടികൾ പറയുന്ന കണ്ടില്ലേ മീഡിയസിനോട്, അത് സാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട്, പുള്ളിക്കാരൻ ക്ലാസ് എടുക്കാനല്ല വന്നത്, അവിടെ പഠിപ്പിക്കാനല്ല വന്നത്. അവിടെ പഠിപ്പിക്കാൻ എന്തോരോ വിഷയം കുട്ടികൾക്കുണ്ട്. അവനെന്നെ വിളിക്കേണ്ടത്, അവൻ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അവൻ വന്ന് എന്തിനാ ക്ലാസ് എടുത്തിട്ട് പോകണം.
അല്ലാതെ ജാതി മതം പറഞ്ഞ് വെളുപ്പ് കറുപ്പ് നീ അവനെ അടിക്കുക ഇവനെ അടിക്കുക, ഇവൻ ആരാ ഇതൊക്കെ അധികാരം കൊടുത്തത്? ഒന്ന് പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ അധികാരം കൊടുത്തതും. പിന്നെ അവൻ പറയുകയാണ് ഞാൻ ഇതുപോലെ ഒരുപാട് റാഗിങ് നടത്തിയിട്ടുണ്ട് പല കുട്ടികളെയും, പിന്നെ ഒരു കുട്ടീനെ കൊന്നിട്ടുണ്ട്. എന്ത് തൻ്റെ ഇടത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കോളേജുകാരുടെ ഈ ക്യാമ്പസുകാരുടെ ഇതല്ലേ ഇവനെ പോലെ ഉള്ളവനെയൊക്കെ നിയമത്തിൽ ഇതിനു മുമ്പേ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു, ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. മനസ്സിലായോ? അന്നൊക്കെ അതേക്ക് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ എടുക്കും തോറും ഇങ്ങനെ കുട്ടിയുടെ ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ്. പുള്ളിക്കാരി ഞാൻ തീരാറായപ്പോഴാണ് എങ്ങോട്ടാ കണ്ടത്, ശ്രദ്ധിച്ചത്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്, ലേഡിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുകയാണ്, എന്നോട് കുറേ കമൻറ്റ് ബോക്സിൽ വന്ന് ഒത്തിരിയും പേര് പറഞ്ഞു, എന്താണ് ഡോക്ടർ നിങ്ങളിതിന് മറുപടി പറയാത്തത്, നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു വന്നു. അപ്പോൾ പുള്ളിക്കാരി പറയണം, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഞങ്ങൾ ഒരുപാട് ക്യാമ്പസുകളിലും കോളേജുകളിലും റാഗിങ് ഞങ്ങൾ ഒരുപാട് ക്രൂരമായിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് ശാരീരികമായിട്ടും. ആ ഡോക്ടർ പറയുക എന്നിട്ട് ഞങ്ങൾ സഹിച്ചു നിന്നു. അപ്പോൾ അന്നേ അത് എന്തോ ഒരു വലിയ ഇതായിട്ടാണ് അവരത് പറയുന്നത്. പക്ഷേ എനിക്കതിൽ ഭയങ്കര ഇതായിപ്പോയി ഇത് കേട്ടിട്ട്. അന്നേ അവർക്ക് ആ ഒരു തൻ്റെ ഇടം ഉണ്ടായിരുന്നുവെങ്കിൽ അന്നേ അത് എതിർക്കണമായിരുന്നു. ഇന്ന് ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവൻ പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ആ ധൈര്യത്തോടെ വന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ഇത് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? അപ്പോൾ അതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഈ ഡോക്ടർ പറയുന്ന പോലെ അന്നേ ഇതൊക്കെ ഇതിനൊരു ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ, ഇതിനൊരു കോടതി നിയമം വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു നിയമം വന്നിരുന്നുവെങ്കിൽ ഇതൊക്കെ റദ്ദാക്കാമായിരുന്നു. ഇന്ന് കുട്ടികൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ക്യാമ്പസുകളിൽ കോളേജുകളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ചാടി മരിച്ചിട്ടുണ്ട്, വീട്ടിൽ സഹിക്കാൻ വയ്യാതെ വീട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സഹിക്കുന്നത് ആരാ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തെറ്റായിരുന്നില്ലേ? അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് മീഡിയാസിലിരുന്ന് ഫേസ്ബുക്കിലിരുന്ന് ഇങ്ങനെ പറയുക? വലിയൊരു സംഭവം പോലെ പുള്ളിക്കാരി ഞങ്ങളെ ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി വലിയ ഇതിൽ പറയുക. അന്നേ ആ പുള്ളിക്കാരി എന്നൊരു ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ തൻ്റെ ഇടമുണ്ടായി. പക്ഷേ ഇവരുടെ സ്ഥാനത്ത് എനിക്ക് തൻ്റെ ഇടമുണ്ട്. അന്നേ ഞാൻ അങ്ങനെ ഞാനാണ് ഇവരുടെ സ്ഥാനത്തിലായിരുന്നെങ്കിൽ ഞാൻ അന്നേ ഇതെടുക്കുമായിരുന്നു. എനിക്കാരെയും പേടിയില്ല. നമ്മൾ ന്യായത്തിന് നിൽക്കുക, അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ഇവിടെ ചെയ്തിട്ടുള്ളതെല്ലാം ഇവിടെ അറിഞ്ഞിട്ടും ആ പുള്ളീനെ വളർത്തുക ചെയ്തത് ആൾക്കാർ. ആ പുള്ളീനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് സമരം ചെയ്യാൻ വന്ന ഇന്ന് ആ കൊച്ചിന് വേണ്ടി ചോദ്യം ചെയ്യാൻ കോളേജിലും ക്യാമ്പസിലും കയറിയവരെ ഇന്ന് നിയമം തടയുവാണ്. പോലീസുകാർ തടഞ്ഞു വയ്ക്കുക. കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്ത് ആ പന്ന റാസ്കലിനെ സംരക്ഷിക്കുകയാണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഈ ജനങ്ങൾ പറയുന്നതല്ലേ, അവർ പറയുന്നതിൽ ന്യായമില്ലേ? അവർ പറയുന്നതാണ് ന്യായം. നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. നമ്മൾ അനീതിക്ക് കൊന്നയാൾക്ക് കൂട്ടു നിൽക്കരുത്. ഇതിപ്പോൾ നിയമം കൊന്നയാക്കാണ് ഗവൺമെൻറ് കൂട്ടു നിൽക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുട്ടികൾക്ക് പേടിയാണ്. ഇന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിൽ. ഈ മരിച്ച കുഞ്ഞിൻ്റെ പ്രായമാണ് എൻ്റെ മോന്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അച്ഛനമ്മമാരും കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തും ഒക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ പലിശയ്ക്കൊക്കെ എടുത്താണ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അയ്യോ ഫീസ് കൊടുക്കണം, എന്തോരം ടെൻഷൻ അവർ അനുഭവിക്കുന്നതെന്നറിയാമോ? അതുപോലെ കുട്ടികളും അവരെന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ആ കുട്ടികൾ ആ ക്യാമ്പസിലോട്ട് ആ കോളേജിലോട്ട് കയറുന്നത്. എനിക്ക് വളർന്ന് ഇന്ന ആളാവണം, ഇന്നത് പഠിച്ച് ഇന്നത് ലോകത്തിൽ ചെയ്യണം, എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉള്ളത്. അതുപോലെ അച്ഛനമ്മമാർക്ക് ആ മകനെക്കുറിച്ച് ആ മകളെക്കുറിച്ചും എനിക്ക് സ്വപ്നമുണ്ട്, ഞങ്ങൾക്ക് സ്വപ്നമുണ്ട്. 2 മക്കളെക്കുറിച്ച് അവർക്ക് സ്വപ്നമുണ്ട്. അപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് വേദനയായി. ആ കുഞ്ഞിൻ്റെ മുഖം, ആ ചിരിച്ച മുഖം ഇന്ന് എൻ്റെ മനസ്സൊന്നും മായുന്നില്ല സത്യം പറഞ്ഞു. അപ്പോൾ ആ അച്ഛനും അമ്മയും എന്തോ ഒരു സഹിക്കുന്നുണ്ടാവും എൻ്റെ ഞാൻ എപ്പോഴാണ് അവയോട് പറഞ്ഞു, ആ അപ്പനും അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണേ
ഈ വെറുതെ വിടല്ലേ ആവാ, ഈ നിയമം കൊണ്ടുവന്നേ പറ്റുള്ളാവാ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ മുതൽ എൻ്റെ ആവിയോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞെ മോനെ, നീ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ നീ ഒരു നിമിഷം ഒന്ന് മാറി നീ ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയും കുറിച്ച് നീ ചിന്തിച്ചിട്ട് ഒരു തൻ്റെ ഇടം നീ അവിടെ എടുക്കണമായിരുന്നു. നീ ആത്മഹത്യയല്ല ചെയ്യേണ്ടത്. നിനക്ക് നഷ്ടപ്പെട്ട നിൻ്റെ ജീവിതം, സ്വപ്നം, നിൻ്റെ എല്ലാമാണ്. അതുപോലെ നിൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ നിനക്ക് നഷ്ടമായി. അവർക്കാണ് വേദന കൂടുതൽ നീ കൊടുത്തത്. പക്ഷെ ആ ആത്മഹത്യ കൊണ്ട് നിനക്ക് ഒന്നും നേടാൻ പറ്റിയില്ല, നിനക്ക് നഷ്ടമേ വന്നുള്ളൂ. മനസ്സിലായ? അപ്പം നീ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ മോനെ. നീ ചിന്തിക്കണമായിരുന്നു ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും ക്രൂരമായിട്ട് ഇവർ നിന്ന് നിനക്ക് താങ്ങാൻ പറ്റാത്ത ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞ് അച്ഛനും അമ്മേൻ്റെ അടുത്തും പറഞ്ഞിട്ട് അച്ഛനും അമ്മേനെയും കൂട്ടി ഒരു അപേക്ഷ എഴുതിയിട്ട് നീ നേരെ കോടതിയിൽ ജഡ്ജീൻ്റെ മുന്നിൽ പോകണമായിരുന്നു. നിൻ്റെ അപ്പനും അമ്മയും എന്നെ കരഞ്ഞു പറയണമായിരുന്നു, എന്നെ ഇങ്ങനെയാണ് കോളേജിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന ടീച്ചർ ഇന്ന സാറ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിങ്ങൾ പോയി കോളേജിലൊന്നും പറയരുത്. മിണ്ടാതെ പോയി കോടതിയിൽ പോകണം, ഡയറക്റ്റ് പോയി കൊടുക്കണം. എന്നിട്ട് മീഡിയാസിനെയും വിളിക്കണം. കാരണം ലോകം മൊത്തം അറിയുമല്ലോ. മീഡിയാസിനെയും വിളിക്കണം. കോടതിയിൽ ഇത് ജഡ്ജിൻ്റെ കയ്യിലും ഇത് കൊണ്ടു കൊടുക്കണം. അപ്പം നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക്. ഇനി പേടിപ്പെടുത്താനോ നിങ്ങളുടെ മാർക്ക് ഇനിയുള്ള തലമുറയോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ആര് കേട്ടാലും ഇനി വരുന്ന തലമുറയോട്, കുട്ടികളെ ഇനി നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ പൊരുതണം ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾ പൊരുതി നിൽക്കണം. നിങ്ങളെ ഇനി ഇതുപോലെ എന്തെങ്കിലും ജാതിയും മതവും വെളുപ്പെന്ന് കറുപ്പെന്ന് നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ സാറെന്നും ടീച്ചറെന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് അർഹതയില്ല. നമ്മളെ എങ്ങനെ നോക്കുന്നോ, നമ്മളെ എങ്ങനെ മാനിക്കുന്നോ അതുപോലെ അവർക്ക് മാന്യത കൊടുക്കുക. അതാരായിരുന്നാലും ശരി തന്നെ. മനസ്സിലായോ? അവരത് അർഹിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ കൊടുക്കേണ്ട ഒരു ബഹുമാനവും മാന്യതയും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ ചോദ്യം ചെയ്യണം. പുറത്തിറങ്ങിയിട്ടായിരുന്നാലും നിങ്ങൾ ചോദ്യം ചെയ്യണം. അത് മീഡിയാസിനോട് പറയണം. ഇനി ഒരു കുട്ടികളും ഇനി ആത്മഹത്യ ചെയ്യരുത്. ഇനി ക്യാമ്പസുകളിലോ കോളേജുകളിലോ ഇനി എന്ത് വന്നാലും അതിൽ നേരിടണം. തൻ്റെ ഇടത്തോടെ ഇതുപോലെ ഇറങ്ങണം. മീഡിയാസിനെ അപ്പം തന്നെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് മീഡിയാസിനെ വിളിക്കണം. എന്നിട്ട് പറയണം, ഞങ്ങളുടെ കോളേജിൽ ഇന്ന ഇതൊക്കെ നടക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് കോടതിക്ക് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണം. ഈ 2 കാര്യവും നിങ്ങൾ ചെയ്യണം. മീഡിയാസിനെ വിളിക്കണം, കോടതിയിലും കൊടുക്കണം, ജഡ്ജിക്കും കൊടുക്കണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു സാറുമാർക്കോ ഒരു ടീച്ചർമാർക്കോ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കത്തില്ല, നിങ്ങളുടെ ആബ്സെൻറ്റ് കുറയ്ക്കത്തില്ല, നിങ്ങളുടെ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഇതാക്കത്തില്ല. ഒന്നും അവരിനി ചെയ്യില്ല. നിങ്ങളെ ഭീഷണിപ്പെടുത്തില്ല. ഉറപ്പാണ്, 100%. കാരണം ഇത് ലോകത്തിൻ്റെ അറ്റം വരെ പോവുകയാണ് ഈ മീഡിയ. മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ? കാരണം നിങ്ങളുടെ കൂടെ ജനങ്ങളുണ്ടാവും. ആ ധൈര്യം നിങ്ങൾക്ക് വേണം. ജനങ്ങളുണ്ടാവും. ഞങ്ങളെപ്പോലെയുള്ള 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും മക്കളെ നിങ്ങളുടെ കൂടെ. ഇനി ഒരു കുഞ്ഞും നിതിൻ രാജിനെ പോലെ ഒരു കുഞ്ഞും ഇനി ആത്മഹത്യ ചെയ്യരുത്. ഇനി കേരളത്തിലല്ല, ഈ ഇന്ത്യയിൽ പോലും ഒരു കുട്ടികൾ ഇനി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കോടതിയോട് ഞാൻ പറയുകയാണ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ജഡ്ജിയോട് ഞാൻ പറയുകയാണ്, 2-3 നിയമം കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഈ റാഗിങ് നിർത്തലാക്കണം. സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഇനി റാഗിങ് പാടില്ല. കാരണം കുട്ടികൾ വീട്ടിൽ നിന്ന് ഇനി തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഇനി അവർക്ക് സന്തോഷത്തോടെ അവർ രാവിലെ കോളേജിൽ പോകണം. പേടിക്കാനല്ല, അവർ പേടിച്ചാണ് സാർ ജഡ്ജിയോട് ഞാൻ പറയുന്നത്, പേടിച്ചാണ് അവർ കോളേജിൽ പോകുന്നത് തന്നെ. അയ്യോ സാർ എന്ത് പറയും, സാറിങ്ങനെ മാർക്ക് തരൂല എന്ന് പറയുന്നു. കുട്ടികൾ പറയുന്ന കേട്ടില്ല മീഡിയാസിനോട്. അവരുടെ ഉള്ളിലുണ്ടായിരുന്നതാണ് അവരിപ്പോൾ പുറത്ത് പറയുന്നത്. അവർക്കെന്തോ ഒരു ധൈര്യം വന്നു. അപ്പം നമ്മൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം, ആ കുട്ടികളുടെ കൂടെ നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കോടതിയോട് ഞാൻ പറയാണ്. പിന്നെ ഇനി ടീച്ചേഴ്സിനെ സാറിനെ വയ്ക്കുന്നതിന് അതിനൊരു നിയമം വയ്ക്കണം. ഇൻ്റർവ്യൂ ചെയ്തിട്ടേ അവർക്ക് ജോലി കൊടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ടീച്ചറാണ്, നല്ല സാറാണ്, നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട്. ടീച്ചർമാരായാലും സാറുമാരായാലും പറയണം, വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പരീക്ഷ വരുന്നെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ട് പഠിക്കുക, എഴുതുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക, ധൈര്യം കൊടുക്കുക. അല്ലാതെ കുട്ടികളുടെ ധൈര്യം നിങ്ങൾ ചോർത്തിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ മനസ്സിൻ്റെ ധൈര്യമെല്ലാം നിങ്ങൾ ചോർത്തിക്കളയുക ചെയ്യുന്നത്.
അവിടെ മനസ്സ് മുഴുവനും ഉൾഭയമാണ് അവർക്ക്. അയ്യോ ഞങ്ങൾക്ക് ആ കുട്ടികൾ പറയുന്നുണ്ടില്ലേ ഞങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുമെന്ന്. അവർ ഭീഷണിപ്പെടുത്തുവാണ്, നിങ്ങളെ മാർക്ക് കുറയ്ക്കും, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും, ഭീഷണിപ്പെടുത്തുവാണ്, നിൻ്റെ വീട്ടുകാരെ ഇങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വരുന്ന പാരൻസ് കോളേജിൽ വരുമ്പോഴത്തേക്ക് പ്രിൻസിപ്പാളിനെ കാണാൻ വരുമ്പോഴത്തേക്ക്, സാറുമാരിനെ കാണാൻ വരുമ്പോൾ ആ പാരൻസിന് കൊടുക്കണം. പാവപ്പെട്ടവരായാലും പണക്കാരായാലും രണ്ടുപേർക്കും തുല്യതായിരിക്കണം സാർ കൊടുക്കേണ്ട നിയമം. ഇനി ഒന്നും പറയാൻ പാടില്ല പാരൻസിന്. പണമില്ലാത്തവനൊന്നോ അവരെ കുറച്ച് കാണുകയോ, അവർക്ക് പണമുള്ള ആ അമ്മയ്ക്ക് എങ്ങനെയാണ് കൊടുക്കുന്ന അതേ ഇത് തന്നെയാണ് പണമില്ലാത്ത പാവപ്പെട്ടവർ വന്ന അച്ഛനമ്മ ആ പാരൻസിന് കൊടുക്കേണ്ടത്. ഇനി സാറുമാരത് അതുകൊണ്ട് പിന്നെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ക്ലാസ്സുകളിൽ കുട്ടികളുടെ അടുത്ത് ഇനി ദേഷ്യപ്പെടാൻ പാടില്ല, ഇതുപോലെ അനാവശ്യങ്ങൾ പറയാൻ പാടില്ല, നീ വെളുപ്പാണ് കറുപ്പാണ്, നീ പോടാ നീ പോടി എന്നൊന്നും വിളിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ സാർ. ഇനി അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വെക്കണം, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും, പിന്നെ ജയിലിൽ ഇത്ര വർഷം കിടക്കേണ്ടി വരുമെന്ന് ഇങ്ങനെ ഒരു നിയമം കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് പോകും ഈ ലോകം സാർ. ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നമെല്ലാം സഫലമാകും. ഇനി ഒരു കുട്ടികൾ ഇനി ആത്മഹത്യ ചെയ്യില്ല, 100% ഉറപ്പാണ്. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പ്ലീസ് സാർ, ഇനിയുള്ള കുട്ടികളുടെ ജീവിതം സാറിൻ്റെ കയ്യിലാണ്, ജഡ്ജിയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. കൊണ്ടുവന്നേ പറ്റുള്ളൂ, ഈ 2-3 നിയമം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇനി റാഗിങ് നിർത്തലാക്കണം. പിന്നെ കോളേജിൽ സന്തോഷത്തോടെ കുട്ടികൾ പോവുക, സന്തോഷത്തോടെ തിരിച്ചു വരിക. ആ സാറിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ വീട്ടിൽ വന്ന് പാരൻസിനോട് പറയേണ്ടത് സിറ്റുവേഷനുള്ള ടീച്ചേഴ്സ് സാറുമാരും ആയിരിക്കണം ഇനി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് സാർ. അത് നിങ്ങൾ നിയമം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിയമം കൊണ്ടുവരേണ്ടത് സാർ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിയോടാണ് ഞാനിത് അപേക്ഷിക്കുന്നത്. എൻ്റെ അപേക്ഷയാണ്. ഞാൻ നടക്കാൻ വയ്യാത്ത ഒരാളാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തുന്നത്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവരുടെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ സഫലമാക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സ്വപ്നമുണ്ട് സാറ്. അപ്പോൾ അതുപോലെയല്ല ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഫീസ് അടച്ചതും വളർത്തിയതും ആ കൊച്ചിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇതായില്ല സാർ. ഇനി ഒരു കുട്ടി ഇനി ആത്മഹത്യ ചെയ്യാൻ പാടില്ല സാർ, പ്ലീസ് സാർ. ഇത് സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് എൻ്റെ കൂടെ യോജിക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു എൻ്റെ അപേക്ഷയാണ്. കാരണം കുറ്റം ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല വേണ്ടത്, അവരെ രക്ഷിക്കുകയല്ല വേണ്ടത്, അവരെ ശിക്ഷിക്കുകയാണ്. എത്രയും വേഗം ആ പുള്ളിക്ക് അവർക്ക് ജയിലിൽ കിടത്തണം. എന്ന് വെച്ചാൽ ഒന്നുകിൽ തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഇനി ആ പുള്ളി ജയിലിൽ കിടക്കുക. ഇതാണ് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ. ജയിലിൽ കിടക്കുക, ഇത്ര ലക്ഷം രൂപ കെട്ടിവെച്ച് ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുക. അയാൾ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം ഈ കുട്ടിയുടെ ആത്മഹത്യ ഒപ്പം അയാൾ ഓർത്തോർത്ത് അതിനകത്ത് ജീവിതം ഒടുങ്ങി തീരണം. അതാണ് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ സാർ. ജയിലിൽ കിടത്തിയേ പറ്റുള്ളൂ. ഇനി ഇയാൾ പുറലോകം കാണരുത്. ഇനി ഒരു കോളേജുകളിലോ ഒരു ക്യാമ്പസുകളിലോ ഇയാൾ ഇനി പഠിപ്പിക്കാൻ പാടില്ല സാർ. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് സാർ. ഇനി ഒരു കുട്ടികൾ ഇനി ആത്മഹത്യ ചെയ്യില്ല. ഇനി കുട്ടികളോടൊരു അപേക്ഷ പറയുകയാണ്, ഇനി നിങ്ങൾ ഇതുപോലെ ധൈര്യത്തോടെ നിൽക്കുക. ആത്മഹത്യ എന്തിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ ആത്മഹത്യ ചെയ്യലും മക്കളെ. ആത്മഹത്യ നമുക്കൊന്നിനും പരിഹാരമല്ല. നമ്മുടെ യേശുവ ആവ തന്ന ജീവനാണ്, ആ അവയ്ക്ക് മാത്രമാണ് സ്വന്തം ആ ജീവൻ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിശാചാണ് കൊണ്ടുപോകണം. നമ്മുടെ ആത്മഹത്യ എന്ന് പറയുന്ന പിശാചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനത് നമ്മൾ കൊടുക്കരുത്, നമ്മുടെ ആത്മാവിനെ കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങളിനി ആരും ഇതിലെന്നല്ല, ഈ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാൽ പോലും ഇനി ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ പിടിച്ചു നിൽക്കുക, പൊരുതണം. നിങ്ങൾ പൊരുതിയാണ് നിൽക്കേണ്ടത്, പൊരുതി തോൽപ്പിക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കണം ഇനി വരുന്ന തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ. കാണിച്ചു കൊടുക്കണം. ഇതുപോലെ തൻ്റെ ഇടത്തോടെ നിങ്ങളിപ്പോൾ മീഡിയാസിൻ്റെ മുന്നിൽ പറയുന്നില്ലേ, ഇതുപോലെ തന്നെ നിങ്ങൾ എന്നും എക്കാലവും നിൽക്കണം. ഇനി വരും തലമുറകൾ നിങ്ങളെ കണ്ട് പഠിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഇനി നിങ്ങൾ ആത്മഹത്യ ചെയ്യലും, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇനി പഠിക്കുക. നിങ്ങളെ ഇനി ആര് ദ്രോഹിച്ചാലും എന്തായിരുന്നാലും യേശുവ എൻ്റെ ആബ ഇതിനൊരു നിയമം കൊണ്ടുവരും. ആ ജഡ്ജിക്ക് ആ മനസ്സ് കൊടുക്കും. എന്തായിരുന്നാലും നിയമം വരും, 100% ഉറപ്പാണ്. ഈ നിയമങ്ങളെല്ലാം ഇനി റാഗിങ് ഇനി ഉണ്ടാവരുത്. ഇനി കുട്ടികൾ നേരെ പോവുക, പാവപ്പെട്ടവരെന്നല്ല പണക്കാരെന്നല്ല എല്ലാവരും തുല്യരായിട്ട് ടീച്ചേഴ്സ് കാണുക.
ആ കുട്ടികളെ കൊച്ചാക്കരുത്. കുട്ടികളോട് ഇനി അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം സാറ്. ജഡ്ജിയുടെ മുന്നിലാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഇനി കുട്ടികൾ ദോഷമായിട്ട് ചീത്ത പറയുകയോ അനാവശ്യമായിട്ട് സംസാരിക്കുകയോ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ കൊച്ചിനെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ നിയമം കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സിനും സാറിനും വേണ്ട നടപടിയെടുക്കും. ശിക്ഷാവിധി കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരും. ഇത്ര ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കണം എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ടീച്ചർമാർ ഇനി കുട്ടികളെ ദ്രോഹിക്കില്ല, ഉറപ്പാണ് സാർ. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ജനങ്ങൾ അടങ്ങിയിരിക്കില്ല. അവരെയല്ലേ തടയേണ്ടത്. ഈ കൊന്നയാളിനെ കൊണ്ടുവന്ന് നേരെ ജയിലിലടയ്ക്കുക. ഇനി ഇതിൽ കൂടെ ഒരു വലിയ തെളിവൊന്നും വേണ്ട. കുട്ടികൾ പറയില്ലേ മീഡിയാസിനോട് അവരുടെ കാര്യങ്ങൾ, ആ പുള്ളി കാണിച്ച ദ്രോഹം മുഴുവനും. എന്നിട്ട് ഇത്രയും കാലം ഇത് അയാൾ എന്ത് തൻ്റെ ഇടത്തോടെയാണ് പറയുന്നത്. ഞാൻ ഒരു കുട്ടീനെ കൊന്നിട്ടുണ്ട്, ഞാൻ ഇതുപോലെ പല കുട്ടികളെ ഇതുപോലെയൊക്കെ പറഞ്ഞ് റാഗ് ചെയ്തിട്ടുണ്ട്. എന്ത് തൻ്റെ ഇടത്തോടെയാണ്. ഇത്രയും തൻ്റെ ഇടം എങ്ങനെയാണ് വന്നത് ഈ കേരളത്തിൽ ഇങ്ങനെ കാണിക്കാനായിട്ട്? അപ്പോൾ ജനിച്ച് വളർന്ന് നമുക്ക് എത്ര തൻ്റെ ഇടമായിരിക്കും? അപ്പോൾ എവിടെയോ കിടന്ന ഇവിടെ ഉള്ള ആളാ അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയോ കിടന്ന ഒരു പുള്ളിക്കനെ അവന് സാറെന്നല്ല വിളിക്കേണ്ടത്. അവൻ കൊലപാതകിയാണ്, സാത്താൻ്റെ സന്തതിയാണ്. അത് സാത്താൻ തന്നെയാണ്, കാലം തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. ഇതുപോലെ കുറേ ആൾക്കാരുടെ പുറത്ത് ഇതുപോലെ വരുന്നുണ്ട്. കാരണം ഇന്ന് ചെറുപ്പക്കാരെ കുട്ടികളെ ഇവൻ ഉന്നയിട്ടിട്ടുണ്ട് പിശാച് കാലൻ. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ആ മക്കളെ പറയുന്നത്. നിങ്ങളിനി ആത്മഹത്യ ചെയ്യലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യലും. ആ സമയത്ത് തൻ്റെ ഇടം എടുക്കുക. ആ സമയത്ത് വീട്ടുകാരെക്കുറിച്ച് ഓർക്കുക, അച്ഛനമ്മയെക്കുറിച്ച് ഓർക്കുക. നിങ്ങൾക്ക് ധൈര്യം വരും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ജീവനുള്ള യേശു ആബേൻ്റെ അടുത്ത് അപ്പം പ്രാർത്ഥിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നിങ്ങൾക്ക് സംരക്ഷണം തരും, ധൈര്യം തരും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാനിപ്പം ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എനിക്കും വല്ലാത്ത വിഷമം. ഇന്ന് എൻ്റെ മനസ്സിൽ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ആ കുട്ടിയുടെ ആ ചിരിച്ച മുഖം, എന്തൊരു സൗന്ദര്യമാണ് ആ കുട്ടീനെ കാണാനായിട്ട്. അവൻ കറുപ്പാണെങ്കിൽ എന്തൊരു ഭംഗിയാണ് ആ ചിരിയിൽ തന്നെ. അവനെ എന്ത് സ്മാർട്ടാണ് ആ കുട്ടി കാണാനായിട്ട്. വന്ന റാസ്കൽ അവൻ പറയുകയാണ് പിന്നെ വെളുപ്പെന്നല്ല കറുപ്പെന്നല്ല. ഇവൻ ജനിച്ചപ്പോൾ ഇവൻ എന്ത് നിറമായിരുന്നെന്ന് ആർക്കറിയാം. ഇവൻ ചിലപ്പോൾ ഇരുണ്ടായിരിക്കും, കാക്കേനേക്കാളും അപ്പുറമായിരുന്നായിരിക്കും ഇരുണ്ടിരുന്നിട്ടുണ്ടാവും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടുകാർ ക്രീമിട്ടായിരിക്കും വെളുപ്പിച്ചത് ഇത്രയും പന്ന റാസ്കലിനെ. അവൻ വെളുപ്പിനെയും കറുപ്പിനെയും ജാതിയും മതത്തിനും പറയും. ഇവൻ ആരാ ധൈര്യം കൊടുത്തത്? ഇനി ഒരു മനുഷ്യനും ജാതിയെക്കുറിച്ച് ഇനി ഇന്ത്യ ദേശത്ത് ഇനി ലോകത്തിലാരും പറയാൻ പാടില്ല ജാതിയെക്കുറിച്ച്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് തലമുറ വേറെയാണ്. ഇനി എത്രയോ തലമുറ വരാനിരിക്കുന്നു. അപ്പോൾ ഇനി ജാതിയും മതവും പറഞ്ഞ് ഇനി ഇതാകരുത്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക. ഞങ്ങളുണ്ട്, ജനങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഇനി നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കരുത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഈ നിയമം വരാതിരിക്കില്ല, ഉറപ്പാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ അത് ജഡ്ജിയിൽ കൂടെ കൊണ്ടുവരും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരുന്നത് വരെ നിങ്ങൾ പിടിച്ച് നിൽക്കുക. എന്തിത് വന്നാലും വീട്ടിൽ അറിയിച്ചിട്ട് നിങ്ങൾ നേരെ കൊണ്ടുവരും. അപേക്ഷ എഴുതി ജഡ്ജിക്ക് തന്നെ കൊടുക്കണം. ഓരോ കുട്ടികളും കൊടുക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ നേരിടുന്നോ അതെല്ലാം ടീച്ചർ എന്ത് പറഞ്ഞാലും അനാവശ്യമാണ്, സാർമാർ എന്ത് പറഞ്ഞാലും അപ്പോൾ നിങ്ങളൊരു കംപ്ലയിൻ്റ് എഴുതി ജഡ്ജിയെ മുന്നിൽ കൊണ്ടുപോവുക, അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ട് പോവുക. എന്തോ പറയാമെന്ന് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാം. പിന്നെ മീഡിയാസിനെ നിങ്ങൾ അറിയിക്കുക. അപ്പം നിങ്ങൾ മീഡിയാസിനെ അറിയിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകമായിട്ട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അറിയുന്നത് മീഡിയ വഴിയാണ്. മനസ്സിലായോ? ഇതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വരുന്ന കാര്യം ഞങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നത് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് മീഡിയാസിനെ അറിയുക, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. ഇനി നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങളുടെ മാർക്കും കുറയില്ല, നിങ്ങളുടെ ആബ്സെൻറ്റും കുറയില്ല, നിങ്ങളെ പരീക്ഷ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് ടീച്ചേഴ്സായാലും സാറായിരുന്നാലും അന്നത്തെ വിഷയങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിരിക്കണം. ഒന്ന്. പിന്നെ ഈ കുട്ടികളോട് പറയണം, ഇന്ന വിഷയങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് വരുന്നത്, നിങ്ങൾ പഠിച്ചിട്ട് വരണം മക്കളെന്നേ വിളിക്കാവുള്ളൂ, സംബോധന ചെയ്യാവുള്ളൂ. ആ മക്കൾക്ക് എന്ത് സന്തോഷമായിരിക്കും, അവർക്ക് എന്തൊരു എനർജി ആയിരിക്കും. മക്കളെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുക.
മക്കളെ ഇന്ന വിഷയങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്, നിങ്ങൾ ഇന്ന ചാപ്റ്റർ പഠിച്ചിട്ട് വരണം, അതിലെയൊക്കെ അതിലുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന എന്ന് പറയണം. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ചാപ്റ്ററാണ് അവർ പഠിച്ചിട്ട് വരുന്നത്. അതിൽ പഠിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യനെ നിങ്ങൾ അവർക്ക് പരീക്ഷ ഇത് കൊടുക്കാവുള്ളൂ, പേപ്പർ കൊടുക്കാവുള്ളൂ. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ പരീക്ഷ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതൊന്ന് പരീക്ഷ ഹാളിൽ ചെന്ന് പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ അവർ ഉറക്കം ഒഴിഞ്ഞായിരിക്കും, രാവും പകലും ഉറക്കം ഒഴിഞ്ഞ് ഭക്ഷണം പോലും ഇല്ലാതെ ഉറക്കം ഒഴിഞ്ഞായിരിക്കും. എൻ്റെ കുട്ടി കഴിഞ്ഞ ദിവസം ഭയങ്കര വിഷമമായിരുന്നു, കരഞ്ഞു എൻ്റെ കുട്ടി. അതായത് അവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എല്ലാ കുട്ടികളും കോളേജിലുള്ള എല്ലാ കുട്ടികളും കരഞ്ഞു. ആ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്ക് കൊടുത്ത വിഷയമല്ല, അവർക്ക് പഠിച്ചതല്ല, അവർക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നത്, പഠിക്കാത്തത് വന്നു. ഈ പഠിക്കാത്ത കാര്യം എങ്ങനെയാണ് അവർക്ക് എഴുതാൻ പറ്റുക? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ, സാറും ടീച്ചേഴ്സും തന്നെ ആലോചിക്കും. നിങ്ങൾ പഠിച്ചത് കൊണ്ടല്ലേ ആ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്, ഇല്ലേ? പഠിപ്പിക്കാത്ത വിഷയം എങ്ങനെ നിങ്ങൾ ആ കുട്ടികളെ നിങ്ങളെങ്ങനെ പഠിപ്പിക്കും? അപ്പം നിങ്ങൾ പഠിച്ചിട്ടാണ് ആ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ കൊണ്ട് LKG UKG കൊണ്ടാക്കുന്നു. നമ്മൾ ഉടനെ കൊണ്ട് 1ാം സ്റ്റാൻഡേർഡിലാക്കുന്നില്ല, കാരണം അടിസ്ഥാനം അറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ ഈ ABCD ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ LKG UKG കൊണ്ടാക്കുന്നത്. അത് പഠിച്ചാലേ 1ാം ക്ലാസ്സിൽ ഇരുത്തുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ടീച്ചേഴ്സ് എന്ത് പറയുന്നോ അത് ആ കുട്ടിക്ക് പറയാൻ പറ്റും, കാരണം ആ കുട്ടി അത് പഠിച്ചതാണ്, പെട്ടെന്ന് ഓർമ്മ വരും. മനസ്സിലായോ എന്ന് പറഞ്ഞതുപോലെയാണ്. അത് പഠിച്ചത് വിഷയം വന്നാലല്ലേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. ഈ പഠിച്ചത് വരാതെ വേറെ ക്വസ്റ്റ്യനാണ് അവർക്ക് വന്നത്, അവരെങ്ങനെയാണ് എഴുതുന്നത്? ആ കോളേജിലെ കുട്ടികൾ മുഴുവനും കരഞ്ഞു ആ പരീക്ഷ എഴുതിയിട്ട്. ഞങ്ങൾ പഠിച്ചതല്ല വന്നത്. അവരുടെ മനസ്സ് തളർന്നു പോയി, അവരുടെ ആത്മവിശ്വാസം പോയി. കാരണം അവർ പഠിച്ചതല്ല വരുന്നത് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. എന്നിട്ട് അവർ വേറെ ഞങ്ങളല്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വേറെ. അത് ആയിക്കോട്ടെ, നിങ്ങൾക്കത് പറയാമല്ലോ. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതിലെ ക്വസ്റ്റ്യൻ ഏതെങ്കിലുമൊക്കെ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു വരണം. അല്ലാതെ പഠിച്ചതൊന്നും ആ കുട്ടികൾക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ചെയ്യുന്നത്? സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ ഇതൊക്കെ എന്താ ഈ നടക്കുന്നത്? കുട്ടികൾ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത് അതുങ്ങൾക്ക് പ്രയോജനമില്ല. വേറെ എന്തെങ്കിലും ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കുട്ടികളിൽ എന്തോ ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ഇതിൽ കൂടെയൊക്കെ ഈ സാറും ടീച്ചേഴ്സും ഒക്കെ. എന്തിനാണ് ഈ ദ്രോഹം നിങ്ങൾ ആ കുട്ടികളിൽ ചെയ്യുന്നത്? ആ കുട്ടികൾ പഠിച്ച് നന്നാകാൻ ഇനി അടുത്ത തലമുറ നന്നാകാനായിട്ടല്ലേ വരുന്നത്. അവരുടെ മനസ്സിൽ പല സ്വപ്നങ്ങളും ഉണ്ട്. അവരെ ഇപ്പോഴേ നിങ്ങൾ ഇതാക്കി കുഴിയിലോട്ട് തള്ളി വിടാതെ, അവരുടെ മനസ്സ് തളർത്താതെ. ടീച്ചേഴ്സിനോടൊക്കെയാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾ ടീച്ചേഴ്സ് സാറുമാരും കുട്ടികളുടെ കൂടെ ചേർന്ന് നിൽക്കുക. ടീച്ചേഴ്സ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പായിട്ട് എത്രയോ ടീച്ചർമാരുണ്ട്. അതുപോലെയൊക്കെ എത്രയോ കുട്ടികൾ, പണ്ടുള്ള ടീച്ചർമാരൊക്കെ എന്തൊക്കെ ടീച്ചർമാരുണ്ടായിരുന്നു, സാറുമാരൊക്കെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കും. അവരെ കളിയാക്കില്ല. അവരുടെ അച്ഛനമ്മമാരും ഇപ്പോൾ ഇവള് ശരിയല്ല, ഇവള് പഠിക്കത്തില്ല, ഇവളങ്ങനെയല്ല, അങ്ങനെയൊന്നും പറയരുത്. സ്നേഹത്തോടെ പറഞ്ഞാൽ ആ കുട്ടികൾ അനുസരിക്കും, പഠിക്കും. നമ്മൾ സ്നേഹം കൊടുത്താൽ എന്തും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക, കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക. ഇനിയുള്ള ടീച്ചേഴ്സും സാറുമാരും ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. ഇതൊക്കെ ചെയ്ത് തന്നെ ഇനി ടീച്ചേഴ്സിന് സാറിന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് തന്നെ വിടാവുള്ളൂ. ഇല്ലെങ്കിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യും. അതിന് ഇനി ഗവൺമെൻറ് ആയാലും നിയമമായാലും വഴി ഒരുക്കരുത്. ഇത് ജനങ്ങളുടെ ഒരു അപേക്ഷയാണ്, എൻ്റെ ഒരു അപേക്ഷയാണ്. ഇതെൻ്റെ ആബയുടെയും തീരുമാനമാണ്. അതുകൊണ്ടാണ് എനിക്കിതിപ്പോൾ പറയാൻ തോന്നിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇവിടം വെച്ച് ഇങ്ങനെ നിർത്തുവാണ്. അപ്പോൾ ബാക്കി ഞാനിനി നാളെ പറയാം. ബൈബിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് വന്ന് പറയാനായിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞിന് 22 വയസ്സ്, എൻ്റെ മോനും ഇതേ പ്രായമാണ്. അപ്പോൾ ആ അപ്പൻ്റെ അമ്മയുടെ നിലവിളി എനിക്ക് പോയി കാണാൻ പറ്റില്ല അവരെ എനിക്ക്. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? അപ്പം ഇനിയെങ്കിലും ഒരപ്പനും അമ്മയ്ക്കും ഒരു മക്കളെ ഇനി നഷ്ടപ്പെടരുത്. ഒരു കുഞ്ഞുങ്ങളെ ഇനി ആത്മഹത്യ ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളിനി നല്ല ബോൾഡായിട്ട് നിൽക്കുക, തൻ്റെ ഇടത്തോടെ നിൽക്കുക. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ എന്ത് ഇത് വന്നാലും ഇനി നിങ്ങൾ ധൈര്യമായിട്ട് മീഡിയാസിൽ നിങ്ങൾ കോടതിയിലും പോയി കംപ്ലൈൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ നാളെ വരാം അടുത്ത നല്ലൊരു ഡിഷുമായി. എന്നെ ലൈക്ക് ചെയ്യുക. അയ്യോ, ഞാൻ ജ്യൂസ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ട് വന്നത്, അപ്പം ഇതൊന്ന് കഴിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ കഴിക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി അമ്മമാരോടും ഒക്കെയാണ് പറയുന്നത്.
നമ്മുടെ ശരീരം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കളുടെയും ഭർത്താക്കന്മാരുടെയും കൂടെ ശ്രദ്ധിക്കാതെ നമ്മുടെ ശരീരം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് ഞാൻ കൂടെ അമ്മമാർക്ക് കൊടുക്കുന്ന ഇതാണ്. അതായത് നമ്മുടെ ആരോഗ്യം കിടന്നാലേ നമുക്ക് ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും ഒക്കെ നോക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ മെയിനായിട്ട് നോക്കുക. നമ്മുടെ ആരോഗ്യം നോക്കാൻ നമുക്ക് ആരും കാണില്ല. ഈ പറയുന്ന പോലെ മക്കൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് സമയം കാണില്ല. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. ഓക്കെ. അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഡ്രിങ്കൊക്കെ ഇടയ്ക്കൊക്കെ കുടിക്കുക. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ച് നിങ്ങളത് കഴിക്കുക. ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്. കൂടുതൽ ആരോഗ്യ എനർജിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നിങ്ങളിത് കഴിക്കണം. അപ്പോൾ ഒന്ന് കുടിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ പഴത്തിൻ്റെ ആ ഒരു ഇതും ടേസ്റ്റും പാലും, പിന്നെ മഞ്ഞളും കുറച്ചിട്ടിട്ടുണ്ട്. മഞ്ഞൾ നല്ലതാണ് ശരീരത്തിന് കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കുക, നല്ലതാണ്. ഇനി ഞാൻ നാളെ അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നാളെ ഞാൻ ബാക്കി ബൈബിളിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കാണുക. ഇത് 10ാമത്തെയാണ്. ഇത് ഇനിയിടുന്ന 11ാമത്തെയാണ്. ഇന്നലെ ഇട്ടത്, ഞാൻ ഇട്ടത് 10ാമത്തെയാണ്. അപ്പോൾ 1 മുതൽ 10 വരെ കാണുക. എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് 1 മുതൽ കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാണാത്തവരോടത്ത് പറയുന്നതാണ്. അപ്പോൾ എടുത്ത് കാണുക. എൻ്റെ ജീവിതാനുഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. എൻ്റെ ആപ എനിക്ക് തന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇനിയും പറയുകയാണ്, ശബത്ത് ആചരിക്കാൻ ശ്രമിക്കുക, അപ്പനെ സ്നേഹിക്കാൻ ശ്രമിക്കുക, അപ്പനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ബൈബിൾ വായിക്കുക, സത്യം തിരിച്ചറിയുക. അപ്പൻ്റെ വരവെടുത്തു, ഏകദേശം ലോകം അവസാനിക്കാറായി. അപ്പം നമ്മൾ അപ്പൻ്റെ കൂടെ ചേർന്ന് നിൽക്കണ്ടേ? അപ്പൻ്റെ ആ ഭരണത്തിൽ നമ്മൾ ഉണ്ടാവണ്ടേ? നല്ലൊരു ജീവിതം നമുക്ക് വേണ്ടേ? അപ്പോൾ അപ്പൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. ശബത്താചരിക്കുന്നവൻ അപ്പൻ്റെ മക്കളെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെയും പേരുണ്ടാവണം. ഓക്കെ. അപ്പോൾ നാളെ ഞാൻ വരാം. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മറക്കരുത്. ഓക്കെ. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് കേൾക്കുക. അവസാനം വരെ കേൾക്കണം. പകുതിക്ക് വെച്ചിട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പം ബായ്. നാളെ കാണാം. ഓക്കെ.